ഓക്കെ, ട്യൂസ്ഡേ നമ്മൾ ചെയ്തത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാത്രമാണ്. പുതിയ ടോപ്പിക്കിലേക്ക് കടക്കുന്ന വിചാരിച്ചു, പക്ഷെ സമയം ഉണ്ടായില്ല. നമ്മൾ ഇന്നിപ്പോ ഫ്രഷ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ, സോൾവൻസി, ലീവറേജ് ആൻഡ് കവറേജ് റേഷ്യോസിലെ ക്യാപിറ്റൽ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള സോൾവൻസി റേഷ്യോസ്, നമ്മുടെ കമ്പനിയുടെ ലോങ് ടേം ലയബിലിറ്റീസ് വീട്ടാനുള്ള ഒരു എബിലിറ്റിനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേഷ്യോസ് നമ്മൾ പഠിച്ച്, അതുപോലെ തന്നെ കവറേജ് റേഷ്യോസ്, നമ്മുടെ ഫിക്സഡ് എക്സ്പെൻസ് കവർ ചെയ്യാനുള്ള അല്ലെങ്കിൽ മീറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മുടെ കമ്പനിക്ക് ഉണ്ടോ എന്ന് നോക്കാനുള്ളത് പഠിച്ച്, ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ക്യാപിറ്റൽ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള റേഷ്യോസിലെ അവസാനത്തെ ടൈപ്പ് ഓഫ് റേഷ്യോ ആണ് ലീവറേജ് റേഷ്യോസ്. ഓക്കെ, സോ ഈ റേഷ്യോ കൂടി കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് റേഷ്യോസിൽ കിടക്കും. ഇന്നും നാളെയും മേ ബി മറ്റന്നാളും കൂടി വേണ്ടി വരും ലീവറേജ് റേഷ്യോസിൽ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലീവറേജ് റേഷ്യോയില് നമുക്ക് പഠിക്കാനുള്ള റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോസ്. നിങ്ങൾ ഇതണ്ട ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ഞാൻ റഫായിട്ട് ചെയ്താണ്, നമുക്ക് ഓരോന്നും ആ സമയം ചെയ്താൽ. ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്, ടെക്സ്റ്റ് നോക്കിയിരുന്നോ? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്, അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ്, അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ്. ഓക്കെ, ഈ 4 റേഷ്യോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. റഫായിട്ട് ഞാൻ പറഞ്ഞത് എന്താ സംഭവം. ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ വളരെ സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് നമുക്ക് പഠിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഡിഗ്രി എന്ന് എഴുതിയ സാധനങ്ങളാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ്, ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ്. ഇതിൽ മൂന്നിലാണ് കുറച്ച് ഇന്നർ കോൺസെപ്റ്റ്സ് വരുന്നത്. ആദ്യം നമ്മൾ ഫിനാൻഷ്യൽ ലീവറേജോ എന്താണെന്ന് പഠിക്കും, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിക്കും. അത് സിമ്പിൾ ആണ്, അത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഈ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ്, അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ്, ഇത് മൂന്നും ആദ്യം നമ്മൾ നോട്ട്സ് ചെയ്ത് പിന്നെ ഒരു വലിയ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും നോട്ട്സിലേക്ക് വരാം. അത് മൊത്തം ഇന്ന് 9:30 കഴിയുമെന്ന് വെച്ചാൽ സംശയമാണ്. നമുക്ക് നോക്കാം, ഇതെന്തായാലും കഴിയും. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ നോട്ട്സ് ചെയ്തിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ എക്സാം ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോ നിങ്ങൾ എഴുതണമെന്നില്ല, നമുക്ക് പഠിക്കാനുള്ള 4 ഐറ്റംസ് ഇതാണ്: ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ, പിന്നെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് റേഷ്യോ, ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് റേഷ്യോ. ഓക്കെ, ഈ ലീവറേജ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പറയുന്നത്, ലീവറേജ് ബെസ്റ്റ് എങ്ങനെ കിട്ടില്ല? ബെസ്റ്റ് ഡെറ്റ് യൂസേജ്, ഡെപ്റ്റ് യൂസ് ചെയ്തിട്ട് ആ ഫിനാൻഷ്യൽ ഡെപ്റ്റ് യൂസ് ചെയ്തിട്ട് എന്തോ ഒരു പരിപാടിയാണ് അല്ലെ? ടെക്സ്റ്റ് വായിച്ചായിരുന്നോ? കുറച്ച്. ഓക്കെ, ഫിനാൻഷ്യൽ ലീവറേജ് എന്ന് പറഞ്ഞാൽ, ലീവറേജിന്റെ വാക്കിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്, എത്രത്തോളം സ്വാധീനമുണ്ട് കമ്പനിക്ക് എന്ന് എന്നുള്ള മീനിങ് ആണ് ഈ ലീവറേജ് എന്ന വാക്കിനോട് അർത്ഥം വെക്കുന്നത്. ഓക്കെ, ആരാധന ഇവിടെ ഉണ്ടോ? ഓക്കെ, ട്യൂസ്ഡേ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നോ? ട്യൂസ്ഡേ നമ്മൾ ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഗ്രൂപ്പിൽ അയച്ച ഹോംവർക്ക് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ട്യൂസ്ഡേ വേറെ ചെയ്തിട്ടില്ല. ഓക്കെ, എക്സാംസ് ഒക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ലീവറേജ് എന്ന് പറഞ്ഞ വാക്ക്. കേട്ടില്ല. ഇന്റേണല് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എന്നാണ് സെം എക്സാം? എന്നാണ്? ഏപ്രിൽ 6-ാം തീയതി സ്റ്റാർട്ട് ആവും. ഏപ്രിൽ 6-ാം തീയതി. ഏപ്രിൽ 6-ാം തീയതി മുന്നേ നമ്മൾ സെക്ഷൻ കഴിയുമെന്ന് വെച്ചാൽ കഴിയേണ്ടതാണ്. ഏപ്രിൽ 6, ഏപ്രിൽ 10 ഒക്കെയാണ് എസ്റ്റിമേറ്റ് ചെയ്ത്. നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ ലീവറേജ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, സോ കമ്പനിക്ക് ഡെപ്റ്റിന്റെ മുകളിലുള്ള ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിന്റെ മുകളിലുള്ള ഇൻഫ്ലുവൻസ്, അതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമുക്ക് 1 by 1 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ലീവറേജ് റേഷ്യോസ് ഹെഡിങ് ചെയ്താൽ, ഫസ്റ്റ് ഹെഡിങ് ചെയ്താൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ എഴുതാനായില്ല, വെറും ഫിനാൻഷ്യൽ ലീവറേജ് മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് ലീവറേജ് റേഷ്യോസിന് ഹെഡിങ് ചെയ്തിട്ട് സബ് ഹെഡിങ് ആയിട്ട് ചെയ്താൽ ഫിനാൻഷ്യൽ ലീവറേജ്. നമുക്ക് ആദ്യം നോട്ട്സ് ചെയ്താൽ, അത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ കഴിഞ്ഞിട്ട് നമുക്ക് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാം.
വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഔട്ട് ചെയ്തുകൊണ്ട് ഇറ്റ് മീൻസ് raising capital through raising capital through debt rather than equity. നമ്മൾ നോട്ട്സ് ചെയ്തപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാവില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ എക്സാമ്പിൾ കഴിഞ്ഞിട്ട് തിരിച്ച് നോട്ട്സിലേക്ക് ഒന്നുകൂടി വരും. ഇപ്പോഴല്ല, ഫിനാൻഷ്യൽ ലിവറേജ് കഴിഞ്ഞിട്ടില്ല, ഡിഗ്രി ആ പറഞ്ഞ 2-3 ഐറ്റംസ്. ഫിനാൻഷ്യൽ ലിവറേജ് നമുക്ക് ഓവർ സീനൊന്നുമില്ല, ഇടുന്നത് വരും. It means raising capital through debt rather than equity. Second point. High ratio means the assets of the company is financed through debt than equity. Next point, financial leverage. Financial leverage is the use of debt in a company's capital structure to finance its assets. In continuation, it measures how much a company relies on borrowed funds It measures how much a company relies on borrowed fund and how this use of debt can impact the return to equity shareholders. Last word. Using more debt can increase returns, but it also increases risk.
if ratio is equal to 2, then debt is equal to equity. If ratio is greater than 2, then debt is greater than equity. If ratio less than 2, then debt is less than equity. ശരിയായിരുന്നോ? ഓക്കെ, ഞാൻ ഒന്നുകൂടി വായിക്കാം. ഫിനാൻഷ്യൽ ലീവറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് റേസിംഗ് ക്യാപിറ്റൽ ത്രൂ ഡെപ്റ്റ് റാദർ ദാൻ ഇക്വിറ്റി. നമുക്കറിയാം കമ്പനിക്ക് കമ്പനിന്റെ അസറ്റ്സ് റേസ് ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി അല്ലെ. ഇതിനാ ഡെപ്റ്റ് ഇക്വിറ്റി ഇതിനൊരു പ്രൊപ്പോർഷൻ ആയിരുന്നു നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞത് അല്ലെ. ഇതാണ് ഒരു കമ്പനിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ. കമ്പനിക്ക് വേണമെങ്കിൽ മൊത്തം ഡെപ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൊത്തം ഇക്വിറ്റി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആക്കി യൂസ് ചെയ്യാം അല്ലെ. എത്ര വേണമെങ്കിൽ 50-50 അല്ലെങ്കിൽ 60-40, അതൊക്കെ കമ്പനിയുടെ ഇഷ്ടം. സോ കമ്പനി അവരുടെ ഫിനാൻസ് റേസ് ചെയ്യുന്ന അതിന്റെ ഒരു മോഡലാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ ലീവറേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് മീൻസ് റേസിംഗ് ക്യാപിറ്റൽ ത്രൂ ഡെപ്റ്റ് റാദർ ദാൻ ഇക്വിറ്റി. ഇപ്പൊ പോയിന്റ്സ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പം മനസ്സിലാവില്ല, കംപ്ലീറ്റ് അർത്ഥം മനസ്സിലാവില്ല. നമ്മൾ എക്സാം ഡിസ്കസ് ചെയ്തിട്ട് ഒന്നുകൂടി നോട്ട്സിലേക്ക് വരും. ഹൈ റേഷ്യോ മീൻസ് ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി ഈസ് ഫൈനാൻസ്ഡ് ത്രൂ ഡെപ്റ്റ് റാദർ ദാൻ ഇക്വിറ്റി. ഈ റേഷ്യോ നമ്മൾ റേഷ്യോ നെക്സ്റ്റ് എഴുതാൻ പോവാണ്. ആ റേഷ്യോ ഹൈ ആണെങ്കിൽ കൂടുതൽ അസറ്റ്സും, അതായത് അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഡെപ്റ്റ് ആണെന്നാണ് ഉദ്ദേശം. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ ലീവറേജ് ഈസ് ദ യൂസ് ഓഫ് ഡെപ്റ്റ് ഇൻ എ കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ടു ഫിനാൻസ് ഇറ്റ്സ് അസറ്റ്. കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് അവരുടെ അസറ്റ്സ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഡെപ്റ്റ് യൂസ് ചെയ്ത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫിനാൻഷ്യൽ ലീവറേജ് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ യൂസ് ചെയ്താൽ മതി. ഈ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ആണ് നമ്മൾ അടുത്ത് ചെയ്താൽ മതി. ഓക്കെ, ഇറ്റ് മെഷേഴ്സ് ഹൗ മച്ച് എ കമ്പനി റിലൈസ് ഓൺ ബോറോഡ് ഫണ്ട്സ്. ബോറോഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെപ്റ്റ് ആണ് അല്ലെ. ബോറോഡ് ഫണ്ട്സ് ആണ് ഡെപ്റ്റ്. നമ്മുടെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺഡ് ഫണ്ട്സ് അല്ലെ. നമ്മുടെ കമ്പനിയുടെ ഓണേഴ്സ് ഓൺ ചെയ്യണ ഓൺഡ് ഫണ്ട്സ് ആണ് നമ്മുടെ ഇക്വിറ്റി. അതല്ലാണ്ട് ബോറോഡ് ഫണ്ട്സ് ആണ് നമ്മുടെ ഡെപ്റ്റ് അല്ലെ. It measures how much a company relies on borrowed funds and how this use of debt can impact the return to equity shareholders. ഇവിടെ ശ്രദ്ധിക്കണം, ഹൗ ദിസ് യൂസ് ഓഫ് ഡെപ്റ്റ്, നമ്മൾ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇറ്റ് ക്യാൻ ഇമ്പാക്ട് ദ റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺസിന്റെ ഇമ്പാക്ട് നമ്മൾ എത്രത്തോളം ഡെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഇരിക്കും. ഓക്കെ, അതിലേക്കൊക്കെ നമുക്ക് വരാം, അതൊക്കെ എക്സ്ട്രീം സാധനമാണ്, അവിടെ നിൽക്കട്ടെ. യൂസിങ് മോർ ഡെപ്റ്റ് ആൻഡ് ഇൻക്രീസ് റിട്ടേൺ. നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ റിട്ടേൺസ് ഒക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ ഡെപ്റ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റിസ്ക് ഫാക്ടർ ആണ്. ഓക്കെ, കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ റിസ്ക് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റേഷ്യോ, ഓക്കെ, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ നമ്മൾ എഴുതിയിട്ടില്ല, ഏതാ പോകുന്നുള്ളൂ. ആ റേഷ്യോ ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്ക് ഡെപ്റ്റും ഇക്വിറ്റിയും ഈക്വൽ ടു സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന റേഷ്യോ, അതായത് ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ 2 വലുതാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റിനേക്കാൾ കൂടുതൽ ഡെപ്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മുടെ റേഷ്യോ 2 ചെറുതാണ്, ഓക്കെ, നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റിനെക്കാളും ചെറുതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ അധികം ഒന്നും മനസ്സിലാവില്ല. ഇതാണ് നമ്മുടെ ബേസിക്സ് ആണ്. ഇനി നമ്മുടെ ഫിനാൻഷ്യൽ ലീവറേജിനെ കുറിച്ച് ബേസിക് ആയിട്ട് പഠിച്ച് ഇനി എന്താണ് ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ. ഈ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ഇതെന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഹെഡിങ് ചെയ്യുക ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ. ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ബ്രാക്കറ്റിൽ എഴുതണം നമ്മൾ, ഓർ ഒരു പേര് കൂടി ഉണ്ട് ഇതിന്, ഇക്വിറ്റി മൾട്ടിപ്ലയർ. ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി, ഓർ ഇക്വിറ്റി മൾട്ടിപ്ലയർ. ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ
ഓർ ഇക്വിറ്റി മൾട്ടിപ്ലയർ. ഞാൻ ആദ്യം നോട്ട്സ് ചെയ്ത the financial leverage ratio, also called the equity multiplier, is calculated as follows. ഞാൻ ഇക്വേഷൻ എഴുതാൻ പോകണം. ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും, ഇക്വിറ്റി മൾട്ടിപ്ലയർ. ഇതാക്കി ബ്രാക്കറ്റിൽ ചെയ്താൽ മതി. നമ്മുടെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ അഥവാ നമ്മുടെ ഇക്വിറ്റി മൾട്ടിപ്ലയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. എഴുതിയിരുന്നോ? ഇത് കഴിഞ്ഞാൽ പറഞ്ഞ കഴിഞ്ഞു സർ. ഓക്കെ. സോ ഒന്നുകൂടിയാണ് സ്റ്റാർട്ടിംഗ് മുതൽ പറയാം. ഫിനാൻഷ്യൽ ലീവറേജ് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡെപ്റ്റിന് എത്രത്തോളം ലീവറേജ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഡെപ്റ്റ് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫിനാൻഷ്യൽ ലീവറേജ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോസ് നോക്കിയാൽ മതി. ഓക്കെ. ഇനി ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ഇഫ് റേഷ്യോ ഈസ് ഈക്വൽ ടു ദാൻ ഡെപ്റ്റ് ഈസ് ഈക്വൽ ഇക്വിറ്റി. അതുപോലെ തന്നെ ഈ റേഷ്യോ നമ്മൾ ചെയ്തിട്ട് കിട്ടുന്ന ഈ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി നമുക്ക് ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കമ്പനിയിൽ ഈ പോയിന്റ് നോക്കിയാൽ ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫിനാൻഷ്യൽ ലീവറേജ് ഈസ് ദ യൂസ് ഓഫ് ഡെപ്റ്റ് ഇൻ എ കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ടു ഫിനാൻസ് ഇറ്റ്സ് അസറ്റ്. നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ, അതായത് നമ്മൾ ഫിനാൻസ് ചെയ്തിട്ടുള്ള അസറ്റ്സിൽ എത്രത്തോളം നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോസും യൂസ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോസിൽ ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ആണ്. ഇതിൽ ഡെപ്റ്റ് ഇല്ല. ഡെപ്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടില്ല, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ ചെയ്തിട്ടില്ല. എന്നിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ അഥവാ ഇക്വിറ്റി മൾട്ടിപ്ലയർ, അതായത് ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി, ഈ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ടൂന് ഈക്വൽ ആണെങ്കിൽ, അതായത് ഈ റേഷ്യോ ടൂന് ഈക്വൽ ആണെങ്കിൽ നമ്മുടെ ഡെപ്റ്റും ഇക്വിറ്റിയും സെയിം ആണെന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അത് നമ്മൾ തെളിയിക്കും ഇത് കഴിഞ്ഞിട്ട്. ഇനി ഈ റേഷ്യോ രണ്ടിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ നമ്മുടെ ഇക്വിറ്റിനെക്കാളും കൂടുതൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഡെപ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ റേഷ്യോ രണ്ടിനേക്കാൾ ചെറുതാണെങ്കിൽ നമ്മുടെ ഇക്വിറ്റിനെക്കാളും കുറവ് ഡെപ്റ്റ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ പോലെ നമുക്ക് തെളിയിക്കണ്ടേ? ഓക്കെ, അതാണ് ഞാൻ എക്സാമ്പിൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചു. നിങ്ങൾ നോട്ട്സ് ചെയ്തിട്ടില്ലേ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, ഇനി ഞാനൊരു 3 കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് റഫായിട്ട് വരയ്ക്കാൻ പോകണം. നിങ്ങൾ ഇപ്പം എഴുതണ്ട, ശ്രദ്ധിച്ചാൽ മതി. കമ്പനി എ, കമ്പനി ബി, കമ്പനി സി.
വരയ്ക്കാനില്ല, ഞാൻ പറയാം. മൂന്ന് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഞാൻ റഫായിട്ട് ഇവിടെ വരയ്ക്കുകയാണ്, ശ്രദ്ധിച്ചോ. ഇവിടെ അസറ്റ്സ് ഉണ്ട്, ലാബിലിറ്റീസ് ഉണ്ട്. നമ്മൾ മൂന്ന് കമ്പനിയുടെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ഓക്കെ, നമുക്ക് ഈ ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി യൂസ് ചെയ്താൽ, നമുക്ക് ആ ഒരു റേഷ്യോന്റെ വാല്യൂ കിട്ടും. ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ഇത്രയാണ്. ആ റേഷ്യോ നോക്കിയിട്ട് നമ്മുടെ കമ്പനിയിൽ എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റിയും സെയിം ആണോ, ഇക്വിറ്റിയെക്കാൾ കൂടുതലാണോ ഡെപ്റ്റ്, ഇക്വിറ്റിയെക്കാൾ കുറവാണോ ഡെപ്റ്റ് എന്നൊക്കെ നോക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തെളിയിക്കണം. ഞാൻ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റഫായിട്ട് വരയ്ക്കുന്നുണ്ട്. കമ്പനി ഏന്റെ അസറ്റ്സും ലാബിലിറ്റീസും, കറണ്ട് അസറ്റ് എത്ര ആയിക്കോട്ടെ, ഫിക്സഡ് അസറ്റ് എത്ര ആയിക്കോട്ടെ, ടോട്ടൽ അസറ്റ് എന്നുള്ളത് 50,000 ആണ്. ഓക്കെ, ഈ അസറ്റ്സ് അവർ റേസ് ചെയ്തിട്ടുള്ളത് രണ്ട് രീതിയിലാണ്, ഡെപ്റ്റ് വഴിയും ഇക്വിറ്റി വഴിയും. ഓക്കെ, ഡെപ്റ്റ് ആയിട്ട് അവർ റേസ് ചെയ്ത എമൗണ്ട് 25,000 ആണ്. എമൗണ്ട് ഒക്കെ നോക്കി വെച്ചോ, നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞത്. ഇക്വിറ്റി വഴി അവർ റേസ് ചെയ്തിട്ട് 25,000 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലാബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റീസ്, ടോട്ടൽ ലാബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഇവിടെ 50,000 ആണ്. ടാലി ആയില്ലേ? കറണ്ട് അസറ്റ്, ഓക്കെ, കറണ്ട് അസറ്റ് നമുക്ക് അതിന്റെ ഡിഫറൻസ്, നമുക്ക് അതിന്റെ സ്പ്ലിറ്റ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ലാബിലിറ്റീസും, ഓക്കെ, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണിത്. ഓക്കെ, നമ്മൾ റേസ് ചെയ്തിട്ടുള്ള ഈ ടോട്ടൽ അസറ്റ്സ് പകുതി ഡെപ്റ്റ് വഴി പകുതി ഇക്വിറ്റി വഴി, അതിന്റെ പ്രൊപ്പോർഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. ക്യാപിറ്റൽ സ്ട്രക്ചർ, കറണ്ട് അസറ്റ് എത്രയാണ്, ഫിക്സഡ് അസറ്റ് എത്രയാണ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് എത്രയെങ്കിലും ആയിക്കോട്ടെ. നമ്മുടെ ടോട്ടൽ അസറ്റ് 50,000 ആണ്. ഇവിടെയും നമ്മുടെ ടോട്ടൽ അസറ്റ് 50,000 ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഡെപ്റ്റ് വഴി റേസ് ചെയ്തിട്ടുള്ള എമൗണ്ട്, പറഞ്ഞാൽ 30,000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വിറ്റി വഴി എത്ര ആയിരിക്കും? ഞാൻ റേസ് ചെയ്തിട്ടുണ്ടാവും 20,000. 20,000 ആയിരിക്കും അല്ലെ? 20,000 ആണ് ഞാൻ ഇക്വിറ്റി വഴി റേസ് ചെയ്തത്. അപ്പോൾ എന്റെ ടോട്ടൽ ലാബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി എന്നുള്ളത് ഇവിടെ 50,000 ആയി. ഇനി കമ്പനി സിന്റെ അസറ്റ്സ്, ലാബിലിറ്റീസ്, കറണ്ട് അസറ്റ് എത്ര ആയിക്കോട്ടെ, ഫിക്സഡ് അസറ്റ് എത്ര ആയിക്കോട്ടെ, ടോട്ടൽ അസറ്റ്സ് എന്നുള്ളത് 50,000 ആണ്. ഇവിടെ നമ്മൾ ഡെപ്റ്റ് വഴി റേസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് 15,000 ആണ്. ഇക്വിറ്റി വഴി റേസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ 25,000 ആണ്. 25 അല്ല, 35, 40, 50, 35,000 ആണ്. 35,000 ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ടോട്ടൽ ലാബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് 50,000. ഓക്കെ, മൂന്ന് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ ടോട്ടൽ അസറ്റ്സ്, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, കമ്പനി ഏന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ സ്പ്ലിറ്റ് ആണ് അവിടെ കൊടുത്തില്ല. ഡെപ്റ്റ് ഇത്ര, ഇക്വിറ്റി ഇത്ര, കമ്പനി ബിന്റെ, കമ്പനി സിന്റേത്. ഇത് മൂന്നും ഓക്കെ അല്ലേ? ഓക്കെ, ഏത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഈ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ, ഈ കമ്പനീസ് അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്ര. ഇനി അതിന്റെ ലീവറേജ്, അതിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ, നമ്മുടെ ഈ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ യൂസ് ചെയ്തിട്ട് ഈ ഒരു കമ്പനി എത്രത്തോളം ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റും ഈ റേഷ്യോ വെച്ചിട്ട്. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്.
ഇതാ ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ചെയ്താൽ നമുക്ക് ഫിനാൻഷ്യൽ ലീവറേജ് കിട്ടും, ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ കിട്ടും. ആ റേഷ്യോ 2-ന് ഈക്വൽ ആണെങ്കിൽ ഡെപ്റ്റും ഇക്വിറ്റിയും ഈക്വൽ ആണ്. 2-നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ഇക്വിറ്റിനെക്കാളും കൂടുതൽ ഡെപ്റ്റ് ഉണ്ടായിരിക്കും. ഇനി 2-നേക്കാൾ ലെസർ ആണെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റിനെക്കാളും ചെറുതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ മൈൻഡിൽ ഇക്വേഷൻ ഉണ്ടായാൽ മതി. ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ചെയ്താലാണ് നമുക്ക് ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 കമ്പനീസിൽ ഒന്ന് ചെയ്ത് നോക്കാം. കമ്പനി എ, ബി, സി. ഓക്കെ, ആദ്യം കമ്പനി എന്റെ ചെയ്യാം. എന്താ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ഞാൻ ഷോർട്ടാക്കി ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ ലീവറേജ്. ഓക്കെ, ടോട്ടൽ അസറ്റ് നിങ്ങൾ പറഞ്ഞ എത്ര ടോട്ടൽ അസറ്റ്? ടോട്ടൽ അസറ്റ് 50,000. 50,000. 50,000 ആണ് ടോട്ടൽ അസറ്റ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി 25,000. 25,000 അല്ലെ? 25,000. എത്ര ആയിരിക്കും ഇതിന്റെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ? 2 അല്ലെ? 2 ആണ് ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ. അവിടെ നിൽക്കട്ടെ. ഇനി സെയിം ഞാൻ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ കമ്പനി ബിന്റെ കാൽക്കുലേറ്റ് ആണ്. ടോട്ടൽ അസറ്റ്സ് സെയിം ആണ് 50,000 അല്ലെ? 50,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. എത്ര അതിന്റെ ടോട്ടൽ ഇക്വിറ്റി? 20,000. 20,000 അല്ലെ? എത്ര ആൻസർ വരാം? 2.5. 2.5 അല്ലേ? ഇതിന്റെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2.5 ആണ്. ഇനി കമ്പനി സിന്റെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ അസറ്റ്സ് ഇവിടെ 50,000 തന്നെയാണ്. ടോട്ടൽ ഇക്വിറ്റി എത്ര? ടോട്ടൽ ഇക്വിറ്റി 35,000. 35,000 അല്ലെ? 35,000 ആണെങ്കിൽ ഇതിന്റെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ എന്ന് പറയുന്നത് 50,000 ഡിവൈഡഡ് ബൈ 35,000 ആണ്. ഇതാ അപ്പൊ 1.4285 സംതിങ് കിട്ടും. 1.42 റൗണ്ട് ആക്കിയിട്ട് 1.4. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ. നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മുടെ ഇക്വേഷനിൽ ഈ ടോട്ടൽ അസറ്റ്സും ഡിനോമിനേറ്റർ ആയിട്ട് ടോട്ടൽ ഇക്വിറ്റി യൂസ് ചെയ്തുള്ളൂ. ഈ ഡെപ്റ്റ് നമ്മൾ ന്യൂമിനേറ്ററിൽ എടുത്തില്ല, ഡിനോമിനേറ്റർ എടുത്തില്ല. എന്നാലും നമുക്ക് അറിയാൻ പറ്റും ഈ ഫിനാൻഷ്യൽ ലീവറേജ് എത്രയാണോ അത് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഡെപ്റ്റ് കൂടും, അത് കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഡെപ്റ്റ് കുറയും. നമുക്ക് നോക്കാം. ഇനി നമ്മൾ ആദ്യം കമ്പനി ആൻഡ് ഫിനാൻഷ്യൽ ലീവറേജ് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ പകുതി ഡെപ്റ്റും പകുതി ഇക്വിറ്റിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടൽ അസറ്റ്സ് 50,000 എടുത്ത് ടോട്ടൽ ഇക്വിറ്റി 25,000 എടുത്ത്. അങ്ങനെ ആകുമ്പോൾ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ 2 ആണ്. നമുക്ക് ആൻസർ കിട്ടി. ഞാൻ മുകളിലേക്ക് വരാൻ ഇതാ ഇഫ് റേഷ്യോ ഇസ് ബിലോ നമ്മുടെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ യൂസ് ചെയ്തിട്ട് നമ്മുടെ കമ്പനിയിൽ എത്ര ഡെപ്റ്റ് ഉണ്ട്, നമ്മളെ കമ്പനിക്ക് എത്രത്തോളം ഡെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതാ റേഷ്യോ 2 ആയപ്പോൾ ഡെപ്റ്റും ഇക്വിറ്റിയും സെയിം ആയില്ലേ? ഇതാ ഡെപ്റ്റും ഇക്വിറ്റിയും ഇവിടെ സെയിം ആണ്. 25,000 ആണ്. ഇനി കമ്പനി ബിന്റെ കേസിൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 2 ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 2 ആണ്. 2.5 ആവുമ്പോൾ എന്താ നമുക്ക് നോക്കാം. 2.5 ആവുമ്പോൾ ഗ്രേറ്റർ ദാൻ 2 ആണ്. ഡെപ്റ്റ് കൂടുതലാണ് ഇക്വിറ്റിനെക്കാട്ടും. ഓക്കെ, ഈ കേസിൽ കൂടുതൽ ഡെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. 30,000 യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ 2 നിന്നും 2.5 മാറി. ഓക്കെ, ഫിനാൻഷ്യൽ ലീവറേജ് കൂടി നമുക്ക് പറയാൻ പറ്റും. ഇനി കമ്പനി സിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡെപ്റ്റ് വെറും 15,000 ഇക്വിറ്റി 35,000. കൂടുതൽ ഇക്വിറ്റി ആണ് യൂസ് ചെയ്ത്, ഡെപ്റ്റ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ഇവിടെ 2-നേക്കാൾ ലെസർ ആണെങ്കിൽ നമ്മൾ ഇക്വിറ്റിനെക്കാളും ചെറുതായിരിക്കും ഡെപ്റ്റ്. ഓക്കെ, ഇവിടെ ഡെപ്റ്റ് 15,000 ഉള്ളൂ, കൂടുതൽ ഇക്വിറ്റി ആണ് യൂസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ 50,000 ഡിവൈഡ് ബൈ 35,000 1.42 ആണ് നമ്മുടെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ. 2-നേക്കാൾ ചെറുതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ ഇക്വിറ്റിനേക്കാൾ കുറഞ്ഞ ഡെപ്റ്റ് നമ്മൾ ഈ കമ്പനിയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ നമ്മുടെ 3 കമ്പനീസിന്റെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ കമ്പനി ഏത് കമ്പനിക്കാണ് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ഉള്ളത്? ഏത് കമ്പനിക്ക്? ബി അല്ലേ? കമ്പനി ബിക്കാണ് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കമ്പനി ബി തന്നെയല്ലേ? അല്ലെ? കമ്പനി എ 25,000 യൂസ് ചെയ്തുള്ളൂ, കമ്പനി സി 15,000 യൂസ് ചെയ്തുള്ളൂ. കമ്പനി ബി ആണ് ഇക്വിറ്റിനേക്കാൾ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 30,000 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇക്വിറ്റിനേക്കാൾ കൂടുതൽ ഡെപ്റ്റ് വഴിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്ര ഡെപ്റ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെപ്റ്റിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? ഇതിപ്പോ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിന്റെ ഇൻഫ്ലുവൻസ് ഞാൻ ഈ പോയിന്റ്സിൽ ഒന്നും കൂടി വരാം. ഇറ്റ് മീൻസ് ഫസ്റ്റ് പോയിന്റ് വായിക്കാം. ഇറ്റ് മീൻസ് റേസിംഗ് ക്യാപിറ്റൽ ത്രൂ ഡെപ്റ്റ് റാദർ ദാൻ ഇക്വിറ്റി. നമ്മൾ ഇക്വിറ്റിനെക്കാട്ടി കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നു. ഡെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയൊരു ഉപകാരമുണ്ട്. ഓക്കെ, നമുക്ക് ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ലീവറേജ് കിട്ടുന്നുണ്ട്. ആ ലീവറേജ് എന്താണെന്നാണ് ഞാൻ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടെ നിൽക്കട്ടെ.
ഹൈ റേഷ്യോ മീൻസ് അസറ്റ്സ് ഓഫ് ദ കമ്പനി ഈസ് ഫിനാൻസ് ത്രൂ ഡെപ്റ്റ് റാദർ ദാൻ ഇക്വിറ്റി. ഈ സെക്കൻഡ് പോയിന്റ് നിങ്ങൾക്ക് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. ദാ ഈ റേഷ്യോ കൂടുതലാണ്, ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ കൂടുതലാണെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ഇക്വിറ്റിനെക്കാളും കൂടുതൽ ഡെപ്റ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ദാ ഇവിടെ 3 കമ്പനികളെ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ കൂടുതൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ 2.5 ഉള്ളത് കമ്പനി ബിക്കാണ്. കമ്പനി ബിയിലാണ് കൂടുതൽ ഡെപ്റ്റ് ഉള്ളത്. ഓക്കെ, നമ്മൾ ന്യൂമറേറ്ററിലും ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടില്ല, ഡിനോമിനേറ്ററിലും ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടില്ല, അസറ്റ്സും ഇക്വിറ്റി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് മനസ്സിലായി എത്രത്തോളം ഡെപ്റ്റ് ആ കമ്പനി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലായി. ഇനി തേർഡ് പോയിന്റ്, ദ ഫിനാൻഷ്യൽ ലീവറേജ് ഈസ് ദ യൂസ് ഓഫ് ഡെപ്റ്റ് ഇൻ എ കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ടു ഫിനാൻസ് ഇറ്റ് അസറ്റ്. ഇറ്റ് മെഷേഴ്സ് ഹൗ മച്ച് എ കമ്പനി റിലൈസ് ഓൺ ബോറോഡ് ഫണ്ട്സ്. അല്ലെ, ഫിനാൻഷ്യൽ ലീവറേജ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനി എത്രത്തോളം ബോറോഡ് ഫണ്ട്സിന്റെ മുകളിൽ റിലൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോറോഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെപ്റ്റ് ആണ് അല്ലെ. കമ്പനി എത്രത്തോളം ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്തിട്ട് അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ അസറ്റ്സ് ഫിനാൻസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഫിനാൻഷ്യൽ ലീവറേജ് യൂസ് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണുള്ളൂ. ഈ പോയിന്റ്, ആൻഡ് ഹൗ ദിസ് യൂസ് ഓഫ് ഡെപ്റ്റ് ക്യാൻ ഇമ്പാക്ട് ദ റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ ഈ ഡെപ്റ്റ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴൊക്കെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേണിൽ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി യൂസിങ് മോർ ഡെപ്റ്റ് ക്യാൻ ഇൻക്രീസ് റിട്ടേൺ. നമ്മൾ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന റിട്ടേൺസ്, ഓക്കെ, നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് നെറ്റ് ഇൻകത്തിൽ നിന്ന് വീതിച്ച് കൊടുക്കാൻ പോകുന്ന റിട്ടേൺസ് നമുക്ക് കൂട്ടി കാണിക്കാൻ പറ്റും. പക്ഷെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റിസ്ക്കും കൂടുതലാണ്. ഓക്കെ, കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് വരുന്നില്ലേ? എന്താ നമ്മുടെ ഡെപ്റ്റിന്റെ കോസ്റ്റ്? Interest. കൂടുതൽ ഡെപ്റ്റ് എടുക്കാന്ന് പറഞ്ഞാല് കമ്പനിക്ക് കൂടുതൽ ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ് വരിക എന്നാണ് അർത്ഥം. ഓക്കെ, കൂടുതൽ ഡെപ്റ്റ് എടുത്താൽ കൂടുതൽ ഇൻട്രസ്റ്റ് അടിക്കേണ്ടി വരും, കമ്പനിക്ക് ഡിഫോൾട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഇൻക്രീസ് റിസ്ക്. അല്ലെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാൻ പോകുന്ന റിട്ടേൺസിനെ എഫക്ട് ചെയ്യണമെന്ന് നോക്കാം. അതിന് മുന്നേ ഒരു ചെറിയൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ ഈ 3 കമ്പനിയുടെ റഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ പഠിച്ച ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ അല്ലെങ്കിൽ ഇക്വിറ്റി മൾട്ടിപ്പിൾ, ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. ഓക്കെ, അതൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ 3 ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ഈ 2.5 1.4 ഇത് യൂസ് ചെയ്തിട്ട് കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്ത കമ്പനി ബി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അതിൽ സംശയമൊന്നുമില്ലല്ലോ, മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ആരാധന? യെസ് സർ, മനസ്സിലായി. ഓക്കെ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ബേസിക് ക്വസ്റ്റ്യൻ ചെയ്താൽ, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. സർ, ആ ബാലൻസ് ഷീറ്റ് എഴുതുന്നുണ്ട്. എഴുതിയിട്ടില്ല, എഴുതിക്കോളൂ. പിന്നെ
കഴിഞ്ഞാൽ പറയണം. കഴിഞ്ഞാൽ ഓക്കെ. ഒരു എക്സാം ക്വസ്റ്റ്യൻ എഴുതാം. ജസ്റ്റ് ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ. ഓക്കെ, രണ്ട് കമ്പനി ഉണ്ട്. കമ്പനി എന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്, കമ്പനി ബിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ. കമ്പനി എയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ടോട്ടൽ അസറ്റ്സ് 10 lakh ആണ്, ടോട്ടൽ ഇക്വിറ്റി 2 lakh ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി 8 lakh എന്തായിരിക്കും? എന്തായിരിക്കും? ഡെപ്റ്റ് ആയിരിക്കും അല്ലെ? ഓക്കെ, ഇനി കമ്പനി ബിയുടെ ടോട്ടൽ അസറ്റ്സ് 10 lakh ആണ്, ടോട്ടൽ ഇക്വിറ്റി എന്നുള്ളത് 4 lakh ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി 6 lakh ആയിരിക്കും ഡെപ്റ്റ്. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കമ്പനി എൻ്റെയും ബിന്റെയും ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ. ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ കമ്പനി ആൻ്റെത്, കമ്പനി ബിൻ്റെത്. എത്രയാണ് കമ്പനി ആൻ്റെത്? 5, 5 അല്ലെ? കമ്പനി ബിൻ്റെത് 2.5. 2.5. അപ്പൊ ഡെപ്റ്റ് കൂടുമ്പോൾ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ കൂടുകയാണോ കുറയാണോ സംഭവിക്കുന്നത്? കൂടുകയാണ് അല്ലെ? ശരി, ആരാധന കിട്ടിയില്ലേ? 5, 2.5. ആരാധന? Yes, sir. കിട്ടി. സോ കമ്പനി ആയുടെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ, കമ്പനി എയിൽ ഫിനാൻഷ്യൽ കമ്പനി ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ഡെപ്റ്റ് യൂസ് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ യൂസ് ചെയ്താൽ മതി. ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. ടോട്ടൽ അസറ്റ്സ് 10 lakh ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി 2 lakh. സോ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ പറഞ്ഞാൽ 5 ആണ് അല്ലെ? ഇനി കമ്പനി ബിന്റെ ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി 10 lakh ഡിവൈഡ് ബൈ 4 lakh ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2.5 ആണ് കിട്ടുക അല്ലെ? ഇനി ഇവിടെ 6 lakh ആണ് ഡെപ്റ്റ് ഉള്ളൂ. ഡെപ്റ്റ് വെറും 6 lakh ഉള്ളൂ. ഡെപ്റ്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി കമ്പനി എ ആയിട്ട്. ഇവിടെ ഡെപ്റ്റ് 8 lakh ഉണ്ട്. ഓക്കെ, സോ ഡെപ്റ്റ് ഇവിടെ കൂടിയപ്പോൾ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ഇൻക്രീസ് ആയി. ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ കുറഞ്ഞു എപ്പോഴും ഡെപ്റ്റ് കുറഞ്ഞപ്പോൾ. സോ ഫിനാൻഷ്യൽ ലീവറേജ് യൂസ് ചെയ്തിട്ട് അവർ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായിട്ടില്ലേ? ഇത് നമുക്ക് ഒരു കൺക്ലൂഷൻ ആക്കി എഴുതാം, 2 പോയിന്റ്സ് ആക്കിയിട്ട്. ഈ ആൻസറിന് താഴെ എഴുതിയാൽ മതി. കമ്പനി എ using more debt, so
higher its financial leverage ratio. Company B is using less debt. Company B ക്ക് ഡെപ്റ്റ് കുറവാണ്. So financial leverage ratio will be lower. ഇനി നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച ഫിനാൻഷ്യൽ ലീവറേജിനെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഈ എക്സാമ്പിളും കൂടി ഇപ്പൊ നമ്മൾ ചെയ്ത എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് കൂടുതൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ഒരു കമ്പനിക്ക് ഉണ്ടാവാന്ന് വെച്ചാൽ ആ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഡെപ്റ്റ് ഉണ്ടാവുക എന്നുള്ളൊരു അർത്ഥമാണ്. ഓക്കെ, സോ അത് ബേസ് ചെയ്ത് നമുക്കൊരു ഒറ്റ പോയിന്റ് ഇതാ കൺക്ലൂഷൻ ആയിട്ട് ദ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ നമ്മൾ പഠിച്ചു തന്നെയാണ്. എന്നാലും ദ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ indicates the amount of debt a firm is using to finance its assets. The more debt the company has, the higher its financial leverage will be. The higher its financial leverage ratio will be. ശരിയല്ലോ? ഓക്കെ, സോ നമുക്ക് ലീവറേജ് റേഷ്യോസിൽ പഠിക്കാനുള്ള 4 റേഷ്യോസിൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെപ്റ്റിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളെ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. നമ്മളെ ലീവറേജ് റേഷ്യോസിൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലെ. ബാലൻസ് ഷീറ്റിലെ ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ചെയ്തപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട് നമുക്ക് മനസ്സിലായി ഫിനാൻഷ്യൽ ലീവറേജ് യൂസ് ചെയ്തപ്പോൾ. ഇനി ഈ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ്, ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇത് മൂന്നും ഇൻകം സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ നമ്മൾ ഡെപ്റ്റിന് എത്രത്തോളം നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. ഓക്കെ, അത് ബാലൻസ് ഷീറ്റ് ബേസ് ചെയ്തിട്ട്. സോ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ലയബിലിറ്റി സൈഡിൽ എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇതാ ബാലൻസ് ഷീറ്റ് നോക്കിയപ്പോൾ ഇതാ ഡെപ്റ്റ് ഇത്രയാണ്, ഇക്വിറ്റി ആണ് അല്ലെ. ഇനി ഡെപ്റ്റിന്റെ എന്ത് ഫാക്ടറാണ് നമ്മൾ ഇതാ ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ വരിക? ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എന്താ ഉള്ളത് ഡെപ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? എന്താ ഉള്ളത്? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അല്ലെ. നമ്മുടെ ഡെപ്റ്റ് ഇതാ, നമ്മുടെ കമ്പനി ഡെപ്റ്റ് വഴി ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വർഷവും ഫിക്സഡ് ആയിട്ട് ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരിക്കണം അല്ലെ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിൽ പഠിക്കുക. ഓക്കെ, നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എവിടേക്കാ എത്താൻ പോണത്? നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ചെയ്ത് അവസാനം നമ്മൾ കിട്ടാൻ പോകുന്ന നെറ്റിംഗ് ആണ് അല്ലെ. നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്?
ഓക്കെ, അതാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്. അത് നമ്മൾ ഇന്ന് നോട്ട്സ് ചെയ്തിട്ട് നാളെ ആയിരിക്കും ഡിസ്കസ് ചെയ്യാം. കാരണം വലിയൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്താലേ ഈ മൂന്നെണ്ണത്തിനും കോൺസെപ്റ്റ് ഒരുമിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇന്ന് നോട്ട്സ് ഒക്കെ നമ്മൾ ചെയ്തു. ഇന്നിപ്പോ 8:30 9:30 ഉള്ളിൽ തീരുവോ നമുക്കറിയില്ല, നോക്കാം. ഞാൻ റഫായിട്ട് പറയാണ്, നമ്മൾ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോസിൽ നമ്മളെ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട് നമുക്ക് മനസ്സിലായി. ആ ഡെപ്റ്റിന് ഒരു കോസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് അല്ലെ. അപ്പം നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മളെ കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണ ഇതാണ് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ്. സെയിൽസ് നിന്ന് തുടങ്ങിയിട്ട് അവസാനം നെറ്റ് ഇൻകത്തിൽ എത്തി നിൽക്കണം നമ്മളെ കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ. നമ്മുടെ ഇടയിലുള്ള ഒരു എക്സ്പെൻസ് ആണ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അല്ലെ. നമ്മുടെ കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസിന് എത്രത്തോളം ലീവറേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞാൽ ചെറുതായിട്ട് മനസ്സിലാവുള്ളൂ. എക്സാക്ട് അതിന്റെ ഇന്നർ കോൺസെപ്റ്റ് നമുക്ക് പഠിക്കണം. ഓക്കെ, അതിന്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, പക്ഷെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും, തിയറി ക്വസ്റ്റ്യൻസും ഇനി ഒക്കെ മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് അറിയാം. ഓക്കെ, ആ കോൺസെപ്റ്റ് അറിയാനാണ് നമ്മൾ ആ വലിയൊരു എക്സാമ്പിൾ ചെയ്യാൻ പോണത്. ഇന്ന് ചെയ്യുമോ അറിയില്ല, നമുക്ക് നോക്കാം. ഇനി ഇൻട്രസ്റ്റ് എക്സ്പെൻസിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിൽ നോക്കി. ഓക്കെ, ഇൻട്രസ്റ്റ് ഒരു ഫിക്സ്ഡ് എക്സ്പെൻസ് അല്ലേ. ഓക്കെ, ഇൻട്രസ്റ്റ് മാത്രമാണോ നമുക്ക് ഫിക്സഡ് എക്സ്പെൻസ് ഇല്ലേ? നമുക്ക് വേറെ ഫിക്സഡ് എക്സ്പെൻസ് ഇല്ലേ? എന്തൊക്കെ എക്സാമ്പിൾ പറയാൻ പറ്റുക? expenses like ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലെ. നമ്മൾ സെയിൽസ് വേരിയബിൾ കോസ്റ്റ് കഴിച്ചിട്ട് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ മാർജിൻ, അതിൽ നിന്നും നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ആ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ നമുക്ക് റെന്റ് വരും അല്ലെ, ഇൻഷുറൻസ് വരും, സാലറി വരും, ഇതൊക്കെ ഫിക്സഡ് ആണ്. ഓക്കെ, സോ ഇൻട്രസ്റ്റ് പോലത്തെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള വേറൊരു എക്സ്പെൻസ് ആണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഫിക്സഡ് എക്സ്പെൻസ്. ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ, റെന്റ്, ഇൻഷുറൻസ്, സാലറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. സോ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് നോക്കാനാണ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നത്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് നോക്കും. ഓക്കെ, സോ നമ്മുടെ ഇൻകം, ഞാൻ ഇപ്പൊ റഫായിട്ട് പറയാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇതാ ഫിനാൻഷ്യൽ ലീവറേജിൽ നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് ഒരു ഫിക്സഡ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഫിക്സഡ് എക്സ്പെൻസ് ആണ് റെന്റ്, ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. കോമൺ ആയിട്ട് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അല്ലാതെ മറ്റുള്ള ഫിക്സഡ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം നമ്മളെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് പഠിക്കുന്നത്. ഇനി ഈ രണ്ട് ഫിക്സഡ് കോസ്റ്റിന്റെയും ടോട്ടൽ, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ടോട്ടൽ ഫിക്സഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ടോട്ടൽ ഫിക്സഡ് എക്സ്പെൻസിൽ നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് പഠിക്കുന്നത്. ഓക്കെ, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിന്റെയും ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിന്റെയും ഒരു കമ്പൈൻഡ് വേർഷൻ ആണ് ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ്. ഓക്കെ, തൽക്കാലം എത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഫിനാൻഷ്യൽ ലീവറേജിന്റെ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്തിട്ട് അതിന് നോട്ട്സ് ചെയ്തു. ഓക്കെ, ഇതിന് മൂന്നിന്റെയും നോട്ട്സ് ഒരുമിച്ച് ചെയ്തിട്ട് നമ്മൾ വലിയൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായാലും നമുക്ക് കാര്യമുള്ളൂ. നമുക്ക് അതില്ലെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, പക്ഷെ അതിൽ കാര്യമില്ലല്ലോ. നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന്റെ ഇക്വേഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ കിട്ടും. പക്ഷെ വെറൈറ്റി ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ എന്താണ് ആ ആൻസറിനോട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഒരു ഇന്റർപ്രിട്ടേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും, ഇന്നർ കോൺസെപ്റ്റ്. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോയിലെ ഫസ്റ്റ് ഐറ്റം ബാലൻസ് ഷീറ്റ് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട്, നമ്മൾ എത്രത്തോളം ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് അസറ്റ്സ് ഫിനാൻസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ യൂസ് ചെയ്താൽ മനസ്സിലാവും. ഈ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ 2ന് ഈക്വൽ ആണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റും ഇക്വിറ്റിയും സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. 2നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഡെപ്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2നേക്കാളും ചെറുതാണെങ്കിൽ കൂടുതൽ നമ്മൾ ഇക്വിറ്റി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഡെപ്റ്റിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ നോക്കി മനസ്സിലായി. ഇനി ഇതിന്റെ അകത്തുള്ള ഒരു പോയിന്റ് ആണ് ഇതിലെ തേർഡ് പോയിന്റ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ തേർഡ് പോയിന്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് financial leverage is the use of debt in a company's capital structure to finance its assets. It measures how much a company relies on borrowed funds. ഇവിടെ മുതൽ it measures how much a company relies on borrowed funds. ഈ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ യൂസ് ചെയ്തിട്ട് ഈ കമ്പനി എത്രത്തോളം ബോറോഡ് ഫണ്ട്സിനെ അല്ലെങ്കിൽ ഡെപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആൻഡ് ഹൗ ദിസ് യൂസ് ഓഫ് ഡെപ്റ്റ്, കമ്പനി എത്രത്തോളം ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അനുസരിച്ചിട്ട്
അവർ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാൻ പോകുന്ന റിട്ടേൺ ചേഞ്ച് ആവും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹൗ ദിസ് യൂസ് ഓഫ് ഡെപ്റ്റ് ക്യാൻ ഇമ്പാക്ട് ദ റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, കമ്പനി ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ച് ആവണനുസരിച്ചിട്ട് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ, ഓക്കെ, അത് ചേഞ്ച് ആവുന്നുണ്ട്. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ നമുക്ക് പഠിക്കണം. ഓക്കെ, കമ്പനി അല്ലെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺസിന് ഒരു ഇൻഫ്ലുവൻസ് വരുത്താൻ പറ്റും കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ രണ്ട് സിറ്റുവേഷൻസ് ചെക്ക് ചെയ്യും, രണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ സിറ്റുവേഷൻ ചെക്ക് ചെയ്യും. അതും കൂടി കഴിയുമ്പോഴാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ കംപ്ലീറ്റ് ആവുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്, നമ്മളെ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് ആണ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഒരു ഫിക്സഡ് കോസ്റ്റ് ആണ്. ഓക്കെ, ആ ഫിക്സഡ് എക്സ്പെൻസ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് നമ്മളെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട്, അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മളെ പ്രോഫിറ്റിൽ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. കംപ്ലീറ്റ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇതിന്റെ എക്സാം ക്വസ്റ്റ്യൻ ചെയ്യണം. സോ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോയിൽ നമ്മൾ ഈ മൂന്നാമത്തെ പോയിന്റിൽ എഴുതിയ ഹൗ ദിസ് യൂസ് ഓഫ് ഡെപ്റ്റ് ക്യാൻ ഇമ്പാക്ട് ദ റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ച് ആവും, നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ട റിട്ടേൺ അതെങ്ങനെ ചേഞ്ച് ആവും നമുക്ക് നോക്കാം. സോ ഞാൻ ഇവിടെ രണ്ട് സിറ്റുവേഷൻസ് ഡിസ്കസ് ചെയ്യാൻ പോകണം. ഫസ്റ്റ് സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ എഴുതണ്ട, ശ്രദ്ധിച്ചിരുന്നാണ്. ഓക്കെ, സിറ്റുവേഷൻ 1, കമ്പനിക്ക് നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചർ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സിറ്റുവേഷൻ 1 ഞാൻ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വഴി കൂടിയാണ്. ഇഷ്യൂഡ് 1000 ഷെയർസ്, അറ്റ് 100 പെർ ഷെയർ. ഓക്കെ, ഈ 1 lakh ആണ് ഞാൻ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 1000 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു ഷെയറിന്റെ വില 100 ആണ്. ഓക്കെ, ഞാൻ ടോട്ടൽ റേസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ എത്ര? അപ്പോ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് 1000 ഷെയർസ് ആണ് ഞാൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഒരു ഷെയർസ് ഞാൻ വിറ്റത് 100 രൂപക്കാണ് അല്ലെ? എത്ര 1 lakh ആണ് അല്ലെ? ഓക്കെ, 1 lakh ആണ് ഞാൻ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുള്ളത്. 1000 ഷെയർസ് ഞാൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു വർഷം ഇതിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ എഴുതാൻ പോകണം. ഈ ഒരു വർഷം ഞാൻ ജനറേറ്റ് ചെയ്ത സെയിൽസ് എന്ന് പറയുന്നത് 10,000 ആണ്. ഞാൻ ലെസ് ചെയ്തു വാരിയബിൾ കോസ്റ്റ് 4,000 ആണ്. ഓക്കെ, എനിക്ക് കിട്ടിയ കോൺട്രിബ്യൂഷൻ മാർജിൻ 6,000 ആണ്. ഓക്കെ, ഞാൻ ലെസ് ചെയ്തു ഫിക്സഡ് കോസ്റ്റ് വന്നിട്ടുള്ളത് 2,000 ആണ്. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ എഴുതാം, ഫിക്സഡ് കോസ്റ്റ് ഞാൻ ലെസ് ചെയ്തപ്പോൾ എനിക്ക് EB ആയിട്ട് കിട്ടി 4,000 ആണ്. ഓക്കെ, എത്ര ആയിട്ട് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എത്ര? അതന്നെ ആ, ഇതിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഞാൻ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എത്ര? ഞാൻ എത്രയാണ് ബാങ്കിൽ കൊണ്ടിട്ട് ഇൻട്രസ്റ്റ് എത്ര? 2000. അതെങ്ങനെ കിട്ടി? 2000 ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് വേറെ, റെന്റ് റാലി എന്നൊക്കെ പറഞ്ഞിട്ട് ഫിക്സഡ് കോസ്റ്റ് 2,000 കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാങ്കിൽ എന്തെങ്കിലും കൊണ്ട് ഇൻട്രസ്റ്റ് അടിക്കണോ? ഞാനിതാ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുള്ള മെത്തഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതെ, ഇത് മൊത്തം ഇക്വിറ്റി അല്ലേ? ഞാൻ ഡെപ്റ്റ് റേസ് ചെയ്തിട്ടുണ്ടോ? ബാങ്കിൽ പോയി ഞാൻ കടം എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ടോട്ടൽ റേസ് ചെയ്ത ക്യാപിറ്റൽ 1 lakh ആണ്. ഇത് മൊത്തം ഞാൻ റേസ് ചെയ്തിട്ടുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ്. 1000 ഷെയർസ് ഇഷ്യൂ ചെയ്തു, 100 രൂപ വെച്ചിട്ട്. ഓക്കെ, ടോട്ടൽ 1 lakh ഞാൻ റേസ് ചെയ്തു. ഈ 1 lakh റേസ് ചെയ്തിട്ടുള്ള ഈ 1 lakh യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബിസിനസ് നടത്തിയത്. അങ്ങനെ ഉണ്ടാക്കിയ സെയിൽസ് ആണ് ഇത്. കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ്, ഇൻട്രസ്റ്റ് EB ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര ഇൻട്രസ്റ്റ് അടിക്കേണ്ടത്? ഇൻട്രസ്റ്റ് അടിക്കേണ്ട, കാരണം ഞാൻ ലോണൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഇക്വിറ്റി വഴിയാണ്. ഞാൻ ഡെപ്റ്റിലേക്ക് പോയിട്ടേ ഇല്ല. ഓക്കെ, ഞാൻ ലോണൊന്നും എടുത്തിട്ടില്ല, അതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും അടയ്ക്കേണ്ട. അങ്ങനെയാണെങ്കിൽ എന്റെ EBT ഒക്കെ സെയിം അല്ലേ? EBT അപ്പൊ EBT 4,000 അല്ലേ വരാം? 4,000 വരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ടാക്സ് ലെസ് ചെയ്യാണ്.
അസ്യൂം ടാക്സ് ഒരു 30% ആണ്. എത്രയാണ് ടാക്സ് അടിക്കേണ്ടത്? 4,000ന്റെ 30% പറഞ്ഞാൽ 1,200 ഞാൻ ടാക്സ് അടിക്കണം അല്ലെ? 1,200 ഞാൻ ടാക്സ് അടിക്കണം. അങ്ങനെയാണെങ്കിൽ എത്രയാണ് എന്റെ നെറ്റ് ഇൻകം? നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 2,800. 2,800 അല്ലെ? 2,800 ആണ് എന്റെ നെറ്റ് ഇൻകം. നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 2,800 ആണ്. ഓക്കെ, നിങ്ങൾ അസ്യൂം ചെയ്യാം ഇത് കംപ്ലീറ്റ്ലി കോമൺ ഷെയർസ് ആണ്. ഓക്കെ, പ്രിഫറൻസ് ഷെയർസ് ഇല്ല എന്ന് അസ്യൂം ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ നെറ്റ് ഇൻകം മൈനസ് പ്രിഫേർഡ് ഡിവിഡൻഡ് എന്നുള്ളത് നമുക്ക് 0 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കംപ്ലീറ്റ് നെറ്റ് ഇൻകം അവൈലബിൾ ഫോർ ഷെയർ ഹോൾഡേഴ്സിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ നെറ്റ് ഇൻകം 2,800 ആണ്. നമ്മളെ നെറ്റ് ഇൻകം 2,800 ആണ്. പ്രിഫേർഡ് ഡിവിഡൻഡ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ 2,800 കംപ്ലീറ്റ് ആർക്കുള്ളതാ? ഈ 2,800 കംപ്ലീറ്റ് നമ്മുടെ ഈ 1,000 ഷെയർ ഹോൾഡേഴ്സിനുള്ളതല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഇവിടെ എഴുതുന്നുണ്ട് ഏർണിങ്സ് പെർ ഷെയർ. ഏർണിങ്സ് പെർ ഷെയർ. ഓക്കെ, ഞാൻ ടോട്ടൽ എത്ര നെറ്റ് ഇൻകം ആണ് ഉണ്ടാക്കിയത്? IAC ആണ് ഞാൻ സാധാരണ എഴുതേണ്ടത്. പ്രിഫേർഡ് ഡിവിഡൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെറ്റ് ഇൻകം എഴുതി. നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർ. നമ്പർ ഓഫ് കോമൺ ഷെയർ. ഓക്കെ, ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുള്ള നെറ്റ് ഇൻകം ടാക്സ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ട് 2,800 ആണ്. ഇത് ഞാൻ വീതിച്ച് കൊടുക്കാൻ പോകുന്നത് എത്ര ഷെയർസിനാണ്? എത്ര ഷെയർസിനാണ്? 100. 1,000 ഷെയർസ് അല്ലെ? 1,000 ഷെയർസ് ആണ് ഞാൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ജനറേറ്റ് ചെയ്ത നെറ്റ് ഇൻകം 1,000 ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? ഒരു ഷെയറിന് എത്ര ഏർണിങ്സ് കിട്ടും? ഏർണിങ്സ് പെർ ഷെയർ. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി പഠിക്കും. 2.8. 2.8 അല്ലെ? ഒരു ഷെയറിന് 2.8 വെച്ചിട്ടാണ് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും കിട്ടുക അല്ലെ? ഓരോരുത്തരെ എത്രയെങ്കിലൊക്കെ ഷെയർസ് വാങ്ങിയിട്ടുണ്ടാവും. ചിലര് 100 വാങ്ങിയിട്ടുണ്ടാവും, ചിലവര് 10 വാങ്ങിയിട്ടുണ്ടാവും, ചിലര് 200 വാങ്ങിയിട്ടുണ്ടാവും. എത്ര വേണം ആയിക്കോട്ടെ, ഓരോ ഷെയർസിനും നമ്മൾ കൊടുക്കാൻ പോകുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ 2.8 ആണ്. ഓക്കെ, ഇവിടെ ഡെറ്റ് ഒന്നുമില്ല. കംപ്ലീറ്റ് എന്താണ്? ഇക്വിറ്റി വഴി ആണ് റേസ് ചെയ്തത്. ഇതാണ് സിറ്റുവേഷൻ 1. ഏർണിങ്സ് പെർ ഷെയർ 2.8 ആണ്. ഇത് ഓക്കെ അല്ലേ? ഓക്കെ ആണ്. നിങ്ങൾ എഴുതാൻ സമയം തരാം. ഇനി അടുത്ത സിറ്റുവേഷൻ, നമ്മൾ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺസിൽ എന്ത് ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക നമുക്ക് നോക്കാം. ഓക്കെ, സിറ്റുവേഷൻ 2 ശ്രദ്ധിച്ചാൽ മതി. സിറ്റുവേഷൻ 2 ഞാൻ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുള്ളത് ഇതാ. കമ്പനി അറേഞ്ച്ഡ് ക്യാപിറ്റൽ by issuing 500 shares at 100 per share. നേരത്തെ നമ്മൾ 1,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. പക്ഷെ ഇവിടെ സെക്കൻഡ് സിറ്റുവേഷനിൽ കമ്പനി 500 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, ഷെയർസിന്റെ പ്രൈസ് സെയിം ആണ്. 100 ആണ്. നമ്മൾ 100 ഫേസ് വാല്യൂലാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തത്. ഓക്കെ, ആൻഡ് ബാങ്ക് ലോൺ ഓഫ് 50,000 at 3% interest. ഓക്കെ, എന്റെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയും? ഇക്വിറ്റി വഴി ഇതാ 500 ഷെയർസ്. ഓക്കെ, ഇക്വിറ്റി വഴി ഞാൻ റേസ് ചെയ്തത് 500 ഷെയർസ് ഇൻറ്റു 100. ഇക്വിറ്റി വഴി 500 ഷെയർസ് ഇൻറ്റു 100 ടോട്ടൽ 50,000 ഇക്വിറ്റി വഴി റേസ് ചെയ്ത് അല്ലെ? ഇനി ഡെപ്റ്റ് വഴി ഞാൻ റേസ് ചെയ്തത് ബാങ്ക് പോയിട്ട് ഒരു 50,000 ലോൺ എടുത്തിട്ടുണ്ട് അല്ലെ? 3% ആണ് ഇൻട്രസ്റ്റ് വരുന്നത് വർഷം. സോ ഡെപ്റ്റ് വഴി ഞാൻ റേസ് ചെയ്തിട്ടുള്ള 50,000. നേരത്തെ സെയിം സിറ്റുവേഷൻ ആണ്. 1 lakh എന്നാണ് ഞാൻ റേസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ക്യാപിറ്റൽ. ഓക്കെ, ഇനി ഈ വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് സെയിം സിറ്റുവേഷൻ ആണ്. സെയിം സെയിൽസ് റവന്യൂ ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് മുന്നേ എന്റെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എത്ര? എന്റെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എത്ര? 1,500. 1,500. 1,500.
ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഞാൻ അവിടെ എഴുതുന്നുണ്ട്. 50,000 ആണ്. അതിന്റെ 3% ഞാൻ ബാങ്കിൽ കൊണ്ടു അടയ്ക്കണം. അതായത് 1,500 എനിക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വരും. നേരത്തെ കംപ്ലീറ്റ് ഇക്വിറ്റി ആയിട്ട് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഒന്നും ഇല്ലായിരുന്നു. സോ ഞാനിതാ സെയിം സിറ്റുവേഷൻ ആണ്. ഇതാ സെയിൽസ് ഉണ്ടാക്കിയത് 10,000 ആണ്. വേരിയബിൾ കോസ്റ്റ് 4,000 ആണ്. കോൺട്രിബ്യൂഷൻ മാർജിൻ 6,000 ആണ്. ഫിക്സഡ് കോസ്റ്റ് 2,000 ആണ്. EBIT 4,000 ആണ്. ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 4,000 നെറ്റി നിൽക്കുന്നത്. എത്രയാണ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 1,500. 1,500 അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്റെ ഏർണിംഗ്സ് ബിഫോർ ടാക്സ് ബിഫോർ ടാക്സ് 2,500. 2,500 അല്ലെ? 2,500ന്റെ 30% 7,750 ഞാൻ ടാക്സ് അടിക്കുന്നു. 2,500 750 ലെസ് ചെയ്താൽ 1,750 ആണ് എനിക്ക് വന്നിട്ടുള്ള നെറ്റ് ഇൻകം. ഓക്കെ, നേരത്തെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചധികം നെറ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, കുറച്ചധികം നെറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കൂടി കുറച്ചുകൊണ്ട് നമ്മളെ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കുറഞ്ഞു. ഓക്കെ, നേരത്തെ നമ്മൾ 1,200 ടാക്സ് അടിക്കുന്നുണ്ട്. ഇവിടെ ലാഭം കുറച്ച് കുറഞ്ഞുകൊണ്ട് ടാക്സ് അടിക്കുന്ന കുറവാണ്. എന്നാൽ നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 1,500 ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എക്സ്ട്രാ അവിടെ വന്നുകൊണ്ട് നെറ്റ് ഇൻകം 2,800 വന്നു കൊടുത്ത് നെറ്റ് ഇൻകം 1,780 ഉള്ളൂ. കുറച്ച് നെറ്റ് ഇൻകം കുറവാണ്. ഓക്കെ, നെറ്റ് ഇൻകം കുറവാണ്. നേരത്തെ അതേ സിറ്റുവേഷൻ. പ്രിഫേർഡ് ഡിവിഡൻഡ് ഇല്ല. ഈ 1,750 കംപ്ലീറ്റ്ലി നമ്മൾ വീതിച്ച് കൊടുക്കാൻ പോണ ആർക്കാ? കോമൺ ഷെയർ ഹോൾഡേഴ്സിനാണ് അല്ലെ? കോമൺ ഷെയർ ഹോൾഡേഴ്സിനാണ്. എത്ര കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക്? 500. 500 അല്ലേ? 500 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിത് അവിടെ എഴുതാൻ പോവാണ്. ഏർണിംഗ്സ് പെർ ഷെയർ. ഞാൻ ജനറേറ്റ് ചെയ്ത നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ്. ഓക്കെ, നെറ്റ് ഇൻകം എത്ര ഇവിടെ? 1,750 അല്ലെ? ഡിവൈഡഡ് ബൈ നേരത്തെ ഞാൻ ഈ 2,800 ഡിവൈഡ് ചെയ്ത് കൊടുത്തത് 1000 ഷെയർ ഹോൾഡേഴ്സിനാണ് അല്ലെ? പക്ഷെ ഇവിടെ എൻട്രി ഇക്വിറ്റി കുറവാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കുറവാണ്. അതായത് വെറും 500 ആൾക്കാർക്ക് ഞാൻ വീതിച്ചു കൊടുത്താൽ മതി. ഒരാൾക്ക് എത്ര കിട്ടും? അല്ലെങ്കിൽ ഒരു ഷെയർസിന് എത്ര കിട്ടും? ഏർണിംഗ്സ് പെർ ഷെയർ എത്ര കിട്ടും? 1,750 ഡിവൈഡ് ബൈ 500. 3.5 ആണ്. 3.5 റുപ്പീസോ ഡോളേഴ്സോ ആണ് നമ്മുടെ ഒരു ഷെയർ ഹോൾഡറിന് കിട്ടാൻ പോണം അല്ലെ? കമ്പനിക്ക് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ അട്രാക്ട് ചെയ്തൂടെ അല്ലെ? ഓരോ ഷെയർസിനും കമ്പനി ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ വർഷം കമ്പനി ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3.5 ആണ് അല്ലെ? കമ്പനിക്ക് കൂടുതൽ ഷെയർ ഹോൾഡേഴ്സിനെ അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ഈ ഏർണിംഗ്സ് പെർ ഷെയർ യൂസ് ചെയ്തൂടെ അല്ലെ? അതായത് ആക്ച്വലി ഇവിടെ നെറ്റ് ഇൻകം കുറവാണെങ്കിൽ കൂടി കുറച്ച് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഇത് വീതിച്ച് കൊടുത്താൽ മതി എന്നുള്ളത് കൊണ്ട് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും കിട്ടണ ഏർണിംഗ്സ് പെർ ഷെയർ ഇൻക്രീസ് ആവും അല്ലെ? ഈ ഡിനോമിനേറ്റർ കുറയാന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷ്യോ കൂടാന്ന് അർത്ഥം അല്ലെ? അതായത് ഇവിടെ നമ്മൾ 2,800 1000 ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ച് കൊടുത്തപ്പോൾ ഒരു ഷെയറിന് വെറും 2.8 ഏർണിംഗ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടും ഡെപ്റ്റിന് ഒരു ഫിക്സഡ് കോസ്റ്റ് നമ്മുടെ ഡെപ്റ്റ് 50,000 ഫിക്സഡ് കോസ്റ്റ് 1,500 ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള 2,500 മൊത്തം നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടാണ്. അതിൽ ടാക്സ് കുറച്ചിട്ടുള്ള നെറ്റ് ഇൻകം ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടാണ്. അത് ഞാൻ ഡിവൈഡ് ചെയ്തപ്പോൾ ഏർണിംഗ്സ് പെർ ഷെയർ 3.5 ആയിട്ട് മാറും. ഓക്കെ, സോ നമുക്ക് ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേണിൽ നമുക്കൊരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ പറ്റും അല്ലെ? നമുക്ക് ഒരു എന്താ പറയാ, നമുക്കൊരു അഡ്വാൻറ്റേജ് ആക്കി പറയാൻ പറ്റും. നമ്മൾ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. നമുക്ക് ഏർണിംഗ്സ് പെർ ഷെയർ കൂട്ടാൻ പറ്റും. ഏർണിംഗ്സ് പെർ ഷെയർ കൂട്ടിയാൽ എന്താ ഉപകാരം അല്ലെ? ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് നോക്കുന്നു, ഏർണിംഗ്സ് പെർ ഷെയർ ഹയർ ആണെന്ന് മനസ്സിലാക്കുന്നു അല്ലെ? കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സിനെ കമ്പനിക്ക് അട്രാക്ട് ചെയ്തൂടെ അല്ലെ? സോ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഇനി ഞാൻ ആ പോയിന്റ്സ് ഒന്നും കൂടി വരാം. ഞാൻ പോയിന്റ് ഒന്നുകൂടി വായിക്കാം. ഫിനാൻഷ്യൽ ലീവറേജ് ഈസ് ദ യൂസ് ഓഫ് ഡെപ്റ്റ്. അത് നമ്മൾ ഓൾറെഡി നോക്കി. ഇവിടെ മുതൽ നോക്കിയാൽ മതി. ഹൗ ദിസ് യൂസ് ഓഫ് ഡെപ്റ്റ് ക്യാൻ ഇമ്പാക്ട് ദ റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നമ്മുടെ കമ്പനിയിലെ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെപ്റ്റിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ?
ഓക്കെ, സോ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്താൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഏർണിംഗ്സ് പെർ ഷെയർ കൂട്ടാൻ പറ്റും. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കുറവാണെങ്കിൽ കൂടി ഓരോ ഷെയർസിനും കിട്ടുന്ന ഏർണിംഗ്സ് ഹയർ ആയിരിക്കും. കാരണം കുറച്ച് ഷെയർ ഹോൾഡേഴ്സിന് ഈ നെറ്റിംഗം വീതിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി ലാസ്റ്റ് പോലെ ഒന്നുകൂടി വായിക്കാം. യൂസിങ് മോർ ഡെപ്റ്റ് ക്യാൻ ഇൻക്രീസ് റിട്ടേൺ. ഓക്കെ, ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടേൺ കൂട്ടി കാണിക്കാൻ പറ്റും. പക്ഷെ റിസ്ക്കും കൂടുതലല്ലേ? അല്ലേ? ഡെപ്റ്റ് എടുക്കാന്ന് വെച്ചാൽ അവര് നേരത്തെ കേസിൽ ഇക്വിറ്റി വഴി മാത്രമാണ് റേസ് ചെയ്തിട്ടുള്ളത് അല്ലെ? നെറ്റ് ഇൻകം എത്രയാണോ ഉള്ളത് അത് വീതിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി നെറ്റ് ഇൻകം വളരെ കുറവാണെങ്കിലും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ? ഈ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് അവർ എത്രയാണോ പ്രോഫിറ്റ് ഉണ്ടാക്കി അത് മാത്രം കൊടുത്താൽ മതി. ഇനി പ്രോഫിറ്റ് ഇല്ലെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, ടാക്സ് ഒക്കെ അടിച്ചപ്പോൾ നെറ്റ് ഇൻകം 0 ആയിപ്പോയി. ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും കിട്ടുമോ? ഏർണിംഗ്സ് പെർ ഷെയർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? ഈ വർഷം പ്രോഫിറ്റ് ഇല്ല, ഈ വർഷം ഡിവിഡൻഡ് ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷെ എന്റെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഈ 1500 എനിക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? സപ്പോസ് ഈ വർഷം ഒരു സെയിൽസ് നടന്നില്ല. ഓക്കെ, സെയിൽസ് 0, കൊറോണ വന്ന് അല്ലെങ്കിൽ ലോക്ക്ഡൌൺ വന്ന് ഒരു സെയിൽസും നടന്നില്ല. ബാങ്ക് പോയിട്ട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ 1500 ഒന്ന് ഒഴിവാക്കി തരാൻ പറയാൻ പറ്റുമോ? ഇല്ല. എന്തൊക്കെ സംഭവിച്ചാലും ഈ ഇൻട്രസ്റ്റ് ഫിക്സഡ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഈ ഫിക്സഡ് എക്സ്പെൻസ് നമ്മൾ എന്തായാലും പേ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഫിക്സഡ് എക്സ്പെൻസ് കൂടാന്ന് പറഞ്ഞത് ഓവർ നമ്മൾ ഡെപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞത് നമുക്ക് ചെറിയൊരു റിസ്ക് ഉണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അല്ലെ? യൂസിങ് മോർ ഡെപ്റ്റ് ക്യാൻ ഇൻക്രീസ് ഏർണിംഗ് ബട്ട് ഇറ്റ് ഓൾസോ ഇൻക്രീസ് റിസ്ക്. നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ ഡെപ്റ്റിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഏർണിംഗ്സ് പെർ ഷെയർ കിട്ടാൻ പറ്റും. പക്ഷേ നമുക്ക് വേറൊരു തരത്തിൽ അതൊരു റിസ്ക് ആണ് അല്ലെ? നമ്മൾ കൂടുതൽ ഡെപ്റ്റിന് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫിക്സഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു ബാധ്യത കൂടാണ്. നമ്മൾ ആ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമ്മൾ എന്തായാലും അടിച്ചിരിക്കണം, പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും. സോ ഓവർ ഡെപ്റ്റിന് യൂസ് ചെയ്യാന്ന് പറഞ്ഞത് നമുക്ക് കൂടുതൽ ഫിക്സഡ് എക്സ്പെൻസ് അഥവാ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വരികയാണ്. സോ ഒരു ഡിഫോൾട്ട് സംഭവിക്കാനുള്ള ഒരു സാധ്യത, ഒരു റിസ്ക് അവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ സെയിൽസ് ഒക്കെ ഉണ്ടാക്കി പെർഫെക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു റിസ്ക് ആണ്. മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിട്ടില്ല. സോ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺസ് കൂട്ടി കൊടുക്കുക എന്നുള്ള ഒരു അഡ്വാൻറ്റേജ്. മനസ്സിലായിട്ടില്ലേ? അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നമ്മൾ ഡെപ്റ്റ് ഈ ഒരു സംഗതി പഠിക്കുമ്പോൾ അത് ടച്ച് ചെയ്ത് പോകണം നമുക്ക് ബെറ്റർ. ഓക്കെ, മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ. ഒന്നുകൂടി ഞാൻ റീക്യാപ്പ് ചെയ്തുതരാം. നമുക്ക് ലീവറേജ് റേഷ്യോസിൽ 4 പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ. നമ്മുടെ ബാലൻസ് ഷീറ്റിലെ 2 ഐറ്റംസ്, ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പോകും ഇത് കഴിഞ്ഞിട്ട്. സോ ഫിനാൻഷ്യൽ ലീവറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് റേസ് ക്യാപിറ്റൽ ത്രൂ ഡെപ്റ്റ് റാദർ ദാൻ ഇക്വിറ്റി. നമ്മൾ ഇക്വിറ്റിനെക്കാളും കൂടുതൽ ഡെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഡെപ്റ്റ് വഴി ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതാണ് നമ്മൾ ഫിനാൻഷ്യൽ ലീവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റേഷ്യോ കൂടുതലാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഫിനാൻസിൽ ഏറ്റവും കൂടുതൽ അസറ്റ്സ് ഫിനാൻസ് ചെയ്തിട്ടുള്ള ഡെപ്റ്റ് വഴിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഇനി ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ആയിട്ട് എത്രത്തോളം നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെപ്റ്റ് ഇക്വിറ്റി അത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺസിനെ എഫക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് ഏർണിംഗ്സ് പെർ ഷെയർ കൂട്ടാൻ പറ്റും. പക്ഷെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒരു റിസ്ക്കും അറൈസ് ആയി വരുന്നുണ്ട് അല്ലെ? ഇനി റേഷ്യോ 2 ഈക്വൽ ആണെങ്കിൽ ഡെപ്റ്റും ഈക്വിറ്റിയും സെയിം ആണ്. 2 ഗ്രേറ്റർ ആണെങ്കിൽ ഇക്വിറ്റിനേക്കാൾ കൂടുതലാണ് ഡെപ്റ്റ്. ഇനി 2 ലെസർ ആണെങ്കിൽ നമ്മൾ ഇക്വിറ്റിനേക്കാളും ചെറുതാണ് ഡെപ്റ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മുടെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ അല്ലെങ്കിൽ ഇക്വിറ്റി മൾട്ടിപ്ലയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ആണ്. ഓക്കെ, നമ്മൾ 3 കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കി അവരുടെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ യൂസ് ചെയ്തിട്ട് ആ കമ്പനിയിൽ എത്രത്തോളം ഡെപ്റ്റ് അവർ യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പഠിച്ചില്ല. ഈ 3 കേസിൽ ഏറ്റവും കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ 2.5 ആയിട്ട് നിൽക്കുന്ന കമ്പനി ബി ആണ്. കമ്പനി ബിയിലാണ് ഇക്വിറ്റിനെക്കാളും കൂടുതൽ ഡെപ്റ്റ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ? പിന്നെ നമ്മൾ കൂടുതൽ കമ്പാരിറ്റീവ്ലി ഇക്വിറ്റിനെക്കാളും കൂടുതൽ ഡെപ്റ്റ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് നമ്മൾ നോക്കി. കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റിംഗം കുറച്ച് കുറയെങ്കിലും ആ കുറഞ്ഞ നെറ്റിംഗം നമ്മൾ വളരെ കുറച്ച് ഷെയർസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി എന്നുള്ള റീസൺ കൊണ്ട് ഓരോ ഷെയർസിനും കിട്ടേണ്ട റിട്ടേൺ ഏർണിംഗ്സ് പെർ ഷെയർ ഇൻക്രീസ് ആക്കി കാണിക്കാൻ പറ്റും അല്ലെ? കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായിട്ടില്ലേ? ആരാധന?
Yes, sir. മനസ്സിലായി. മനസ്സിലായിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സിറ്റുവേഷൻ 1ഉം 2ഉം ഒന്ന് നോട്ടിലേക്ക് ഒന്ന് എഴുതി. സർ ഞാൻ ലീവ് ചെയ്യട്ടെ. ലീവ് ചെയ്യാൻ പോകണല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഓഫ്ലൈനാ. ഓക്കെ. ഇന്നിപ്പം 8:48 നമ്മൾ 9:30 വരെ ക്ലാസ് എടുത്താൽ നമുക്ക് എക്സാമ്പിൾ എന്തായാലും ഡിസ്കസ് ചെയ്യില്ല, കോൺസെപ്റ്റ് എന്തായാലും ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. ഓപ്പറേറ്റിംഗ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിന്റെ നോട്ട്സും ഞാൻ പറഞ്ഞു കൊടുക്കും. റെക്കോർഡിംഗ് ഞാൻ ഇന്ന് തന്നെ അവൈലബിൾ ആക്കാൻ സാറോട് പറയാം. നാളത്തെ ക്ലാസ്സിന് മുന്നേ റെക്കോർഡിങ്സ് എന്തായാലും കാണാം. ഓക്കെ ലീവ് ചെയ്തോ. താങ്ക് യു സർ. ഓക്കെ. സ്ക്രോൾ ചെയ്യാൻ പറഞ്ഞു. Situation 2. സിറ്റുവേഷൻ 2 ആരാധന. സിറ്റുവേഷൻ 1 കഴിഞ്ഞു ആരാധന ഇല്ല. ഇല്ലേ? ഇടയ്ക്ക് ഡിസ്കണക്ട് ആയി ജോയിൻ ചെയ്തിരുന്നു. അപ്പൊ വീണ്ടും ഡിസ്കണക്ട് ആയിരിക്കുന്നു. ആ ഓക്കെ. എഴുതിക്കോളാം സിറ്റുവേഷൻ 2.
സോറി കംപ്ലീറ്റ് ആയി. ഓക്കെ. ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ സിമ്പിൾ ആണ്, ഓവർ ഇന്നർ മീനിങ് ഒന്നുമില്ല. പക്ഷെ ഈ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോയും നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ഒക്കെ ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് അതും കൂടി പഠിച്ചു കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതിലാണ് കുറച്ച് ഇന്നർ മീനിങ് ഉള്ളത്. ഓക്കെ, അത് അറിഞ്ഞില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറിയണമെങ്കിൽ നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവും. സോ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ നമ്മുടെ ക്യാപിറ്റൽ സെക്ഷനിൽ ഡെപ്റ്റ് നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കൊരു ഇൻട്രസ്റ്റ് എക്സ്പെൻസ് റേസ് ആവുന്നില്ലേ? ഉണ്ട്. നമ്മൾ എത്രയാണോ ഡെപ്റ്റ് എടുക്കുന്നത്, നമ്മൾ കൂടുതൽ ഡെപ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടെങ്കിൽ കൂടുതൽ ഡെപ്റ്റ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അവിടെ റേസ് ആവുന്നതിന്റെ അർത്ഥം അല്ലെ. ഫിക്സഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. ഈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഫിക്സഡ് ആയതുകൊണ്ട് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിൽ, കമ്പനിയുടെ നെറ്റ് ഇൻകം ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് അല്ലെ. ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഫിനാൻസിങ് കോസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ് ആണ് ഇൻട്രസ്റ്റ്. ഈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കാരണം നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ എന്ത് ലീവറേജ് ആണ്, എന്ത് ഇൻഫ്ലുവൻസ് ആണ് കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പ്രോഫിറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് മൂന്നും ഇൻകം സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള. ഓക്കെ, നമ്മൾ സെയിൽസ് തുടങ്ങി അവസാനം നെറ്റിംഗത്തിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിൽ ഇടയിൽ വരുന്ന ഒരു കോസ്റ്റ് ആണ് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ വേറെ കോസ്റ്റ് ഉണ്ട്, ഫിക്സഡ് കോസ്റ്റ്. അത് ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലീവറേജിൽ പഠിക്കാൻ പോകുന്നത്. അതൊക്കെ മിക്സ് ആക്കി ഒറ്റയടിക്ക് നമുക്ക് ഒറ്റ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതിന് മുന്നേ ആദ്യം എന്താണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക, 2 ഇക്വേഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് നോട്ട്സ് ചെയ്താം. ഓക്കെ, എന്നിട്ട് മിക്കവാറും നാളായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സോ ഹെഡിങ് ചെയ്താ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്. ആരാധന മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ നെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, ഡാറ്റ കുഴപ്പമില്ല. റീചാർജ് ചെയ്തിട്ട് കേറാന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, ചെയ്തോ. നിങ്ങൾക്ക് 7 ആണോ 7:30 ആണോ ബെറ്റർ? 7 ആണല്ലേ? ഇപ്പം നേരത്തെ ആവുന്ന 7 ആണല്ലേ ബെറ്റർ? ഓക്കെ, നമുക്ക് നാളെ മുതൽ 7 ആവും. ഓക്കെ, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്. ഫസ്റ്റ് പോയിന്റ്, നമ്മുടെ ഫിനാൻഷ്യൽ ലീവറേജിൽ നമ്മൾ ഡെപ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തതെങ്കിൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിലേക്ക് വരുമ്പോൾ ഡെപ്റ്റിന്റെ കോസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എക്സ്പെൻസിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് മെഷേഴ്സ് ഹൗ ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ് ബ്രാക്കറ്റിൽ ഞാൻ എഴുതുന്നത് ഇൻട്രസ്റ്റ്. ഫിക്സഡ് ആയിട്ടുള്ള ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് മാത്രമാണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ് എഫക്ട് ചെയ്യുന്നുണ്ട്. എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? കമ്പനീസ് നെറ്റ് ഇൻകം ഇൻ ദ ഫ്യൂച്ചർ. കമ്പനി ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാവുന്ന ഒരു പ്രോസസ്സിൽ ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ് ആയുള്ള ഇൻട്രസ്റ്റ് എക്സ്പെൻസിന് എന്ത് ഇൻഫ്ലുവൻസ് ആണ്, എന്ത് ഒരു സ്വാധീനമാണ് കിട്ടുന്നതെന്നാണ് നോക്കുന്നത്. affect the companies income in future. Future in the sense അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം അങ്ങനെ. It measures how fixed financing costs, bracket interest, affect the company's income in future. Next point. Another measure of financial leverage is the degree of financial leverage. ബ്രാക്കറ്റിൽ ഞാൻ DFL നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട്
ഷോർട്ട് ആക്കിയിട്ട് ഡി എഫ് എന്ന് വിളിക്കാൻ തുടങ്ങും. ഡി എഫ്. ആരാധന റെഡി ആയോ? അനദർ മെഷർ ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ഈസ് ദ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്. നമ്മൾ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ, അതായത് ഫിനാൻഷ്യൽ ലീവറേജ് കമ്പനിക്ക് എത്രത്തോളം ഡെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ മെഷർമെന്റ് ആണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിൽ ഷോർട്ട് ആയിട്ട് നമുക്ക് ഡി എഫ് എന്ന് പറയാൻ പറ്റും. ഇനി എന്താണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എന്ന് വെച്ചാൽ ദ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്, the degree of financial leverage is the factor by which net income can be expected to change. Net income can be expected to change in the future in relation to future change in earnings before interest and taxes. The degree of financial leverage is the factor by which net income can be expected to change in the future in relation to the future change in earnings before interest and taxes, comma, since interest on debt is a, interest on debt is a, just a second. Since interest on debt is a fixed expense. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇത് ഇറ്റ് മെഷേഴ്സ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിൽ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് ഇറ്റ് മെഷേഴ്സ് ഹൗ ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ്. നമ്മൾ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോസിൽ ഡെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആ ഡെപ്റ്റിന്റെ കോസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിന് നമ്മുടെ കമ്പനിയിലെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്. തൽക്കാലം ഇത്ര മനസ്സിലാക്കിയാൽ മതി. എക്സാമ്പിൾ കൂടി കഴിയുമ്പോൾ അതിന്റെ ഇന്നർ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവും. ഇറ്റ് മെഷേഴ്സ് ഹൗ ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ്. ആരാധന സിറ്റുവേഷൻ 1 ഉം 2 എഴുതിയായിരുന്നോ? എഴുതിയിട്ടില്ലെങ്കിൽ ഗ്യാപ്പ്. Okay. It measures how fixed financing costs, bracketly interest, affect the company's income in future. Another measure of financial leverage is the degree of financial leverage. The degree of financial leverage എന്താണെന്ന് വെച്ചാൽ is the factor by which net income can be expected to change in the future in relation to future change in earnings before interest and tax, since interest on debt is a fixed expense. Okay. ഇനി നമുക്ക് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കാണാനുള്ള ഇക്വേഷൻ ആണ് എഴുതാൻ പോണത്. 2 ഇക്വേഷൻസ് ഉണ്ട്. ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് ഡിഫറെന്റ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ തൽക്കാലം എങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എഴുതാം.
ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ഓഫ് ഫ്യൂച്ചർ, ഇതിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അത് മാറിപ്പോവാതിരിക്കാനുള്ള ടെക്നിക്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒക്കെ ഒരുപാട് തോന്നും. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ബ്രാക്കറ്റിൽ ഞാൻ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ DFL എഴുതുന്നത്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം അതിൻ്റെ ഇടയിൽ ഓഫ് ഫ്യൂച്ചർ ഇൻ ദ സെൻസ് നെക്സ്റ്റ് ഇയറിൽ എത്ര തവണ നെറ്റ് ഇൻകം ചേഞ്ച് ആകാൻ പോകുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ഫ്യൂച്ചർ ചേഞ്ച് ഇൻ EBIT. EBIT എന്താണെന്ന് നമുക്കറിയാം, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ചെറുതാക്കി എന്ന് എഴുതുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് DFL കാണാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ചെയ്താൽ മതി. ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. വേറെ ഇക്വേഷൻ കൂടി നമുക്ക് യൂസ് ചെയ്യണം. ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് ഞാൻ ആഡ് ചെയ്ത. When only one period of financial information ഈസ് അവൈലബിൾ. നമുക്ക് ഒരു വർഷത്തെ ഡാറ്റ മാത്രം, ഈ വർഷത്തെ ഡാറ്റ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്താലും സെയിം ആണ് കേട്ടോ. ദ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് DFL ബ്രാക്കറ്റിൽ ഞാൻ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. When only one period of financial information is available, the DFL, അതായത് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഫോർ ദാറ്റ് പീരീഡ്, ആ വർഷത്തെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. Can be calculated for that period, can be calculated by ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, അതായത് DFL കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് EBIT divided by EBT, earnings before interest and tax divided by earnings before tax. അത് ചെയ്താൽ കിട്ടും. ശരിയല്ലോ? ഓക്കെ. സോ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ എഴുതി. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എഴുതി. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. ഇനി ഈ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ മാത്രമേ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കൺഫ്യൂഷൻ ആവും. കാരണം EBIT ഡിവൈഡ് ബൈ EBT. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഇക്വേഷൻ ആണ്. ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജും ഇതുപോലത്തെ ഒരു ഇക്വേഷൻ ആണ്. മൊത്തം കൺഫ്യൂഷൻ ആവും ഇപ്പോൾ. പക്ഷെ നാളെ ഞാൻ ഒന്നുകൂടി സെറ്റ് ആക്കി തരുന്നുണ്ട് അതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ. ഓക്കെ. ഈ ഒരു പീരീഡ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കാണാൻ വേണ്ടിയിട്ട് EBIT ഡിവൈഡഡ് ബൈ EBT, അത് ഇൻകം സ്റ്റേറ്റ്മെന്റിലെ രണ്ട് ഐറ്റംസ് എടുക്കുന്നു. ഓക്കെ. ഡയറക്റ്റ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കാണും. ഇനി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2022 ഇൻകം സ്റ്റേറ്റ്മെന്റ്
2023 ഇൻകം സ്റ്റേറ്റ്മെന്റ് 2022 പോയപ്പോൾ നെറ്റ് ഇൻകം എത്ര പെർസെന്റേജ് ആണ് ചേഞ്ച് ആയതെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, 1000 നിന്നും 1200 പോകാന്ന് പറഞ്ഞാൽ 20% മാറാന്ന് അതിന്റെ അർത്ഥം. സോ പെർസെന്റേജ് ചേഞ്ച് നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇവിടെ 20 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ പെർസെന്റേജ് യൂസ് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ പെർസെന്റേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ എത്രയാണോ EBIT 1 lakh, അതിന് 10,000 ഇൻട്രസ്റ്റ് കുറച്ചപ്പോൾ EBT 90,000. സോ ഇങ്ങനത്തെ എമൗണ്ട്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ചെയ്യും. അത്രേ ഉള്ളൂ. രണ്ട് ചെയ്താലും സെയിം ആണ് കിട്ടുക. ഓരോ സിറ്റുവേഷനിലും നമുക്ക് ഓരോ ഇക്വേഷൻ ആണ് യൂസ് ചെയ്ത് വരാം. കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടില്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിൽ ഞാൻ റഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിൽ നമ്മൾ ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എക്സ്പെൻസിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിൽ നോക്കി. ഇനി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. നമ്മുടെ റെന്റ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ, അങ്ങനത്തെ സാലറി, അങ്ങനത്തെ ഫിക്സഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ നമ്മുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പോയിന്റ്സ് ചെയ്താൽ, ഇറ്റ് മെഷേഴ്സ് how fixed operating costs ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റിൽ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. കോമൺ ആയിട്ടുള്ളത് ഞാൻ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ബ്രാക്കറ്റിൽ. അതായത് റെന്റ്, സാലറി, ഇൻഷുറൻസ്, ലീസ് പേയ്മെന്റ്സ്, ഡിപ്രിസിയേഷൻ എക്സ്പെൻസ്, അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. അമോർട്ടൈസേഷൻ അറിയില്ലേ? ഇതൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. റെന്റ്, നമ്മുടെ പ്രൊഡക്ഷൻ കൂടുന്ന കോസ്റ്റ് ആണ് നമ്മളെ വാരിയബിൾ കോസ്റ്റ് അല്ലെ. ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഇതൊക്കെ നമ്മളെ വേരിയബിൾ മാനുഫാക്ചറിങ് ഓർഡർ, ഇതൊക്കെ വേരിയബിൾ കോസ്റ്റ് ആണ്. നമ്മൾ എത്ര പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് ഈ കോസ്റ്റുകൾ മാറും. പക്ഷെ നമ്മൾ പ്രൊഡക്ഷൻ കൂടുമ്പം ചേഞ്ച് ആവാത്ത കോസ്റ്റുകളാണ് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. റെന്റ്, നമ്മൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള റെന്റ് കൊടുത്തിരിക്കണം. സാലറി, അത് നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടിരിക്കണം. ഇൻഷുറൻസ്, നമ്മൾ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും ഇല്ലെങ്കിലും അതൊന്നും ഇൻഷുറൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് എക്സ്പെൻസ് എല്ലാ വർഷവും നമ്മൾ പേ ചെയ്തിരിക്കണം. ലീസ് പേയ്മെന്റ്സ്, ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ, ഇതൊന്നും നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആയിട്ട് ഇത് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ഓക്കെ, നമ്മൾ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡയറക്ട് മെറ്റീരിയൽ വേണ്ടി വരും, കൂടുതൽ ഡയറക്റ്റ് ലേബർ വേണ്ടി വരും, കൂടുതൽ വേരിയബിൾ മാനുഫാക്ചറിങ് ഓർഡർ വേണ്ടി വരും, അതൊക്കെ വേണ്ടി വരും. പക്ഷെ നമ്മുടെ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും ഈ ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആയിട്ടാണ് നിൽക്കുക. നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താലും കുറച്ച് പ്രൊഡ്യൂസ് ചെയ്താലും ഈ കോസ്റ്റ് മാറാൻ പോകുന്നില്ല. ഓക്കെ, ഈ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൽ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് മെഷേഴ്സ് ഹൗ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് affect companies' income in the future. It measures how fixed operating cost, അതായത് റെന്റ്, സാലറി, ഇൻഷുറൻസ്, ലീസ് പേയ്മെന്റ്, ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ, ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് affects companies' income in the future. നെക്സ്റ്റ് പോയിന്റ് കുറച്ച് വലിയ പോയിന്റ് ആണ്. എന്താണ് ഈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ്? എന്താണെന്ന് വെച്ചാൽ, ഓപ്പറേറ്റിംഗ് ലീവറേജ് measures the use of fixed operating cost
fixed operating costs to generate greater operating profit. ഓപ്പറേറ്റിംഗ് ലീവറേജ് എന്താന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഫിക്സഡ് കോസ്റ്റ് യൂസ് ചെയ്തിട്ട് ഗ്രേറ്റർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്തുന്ന ഒരു ഇതാണ് ഓപ്പറേറ്റിംഗ് ലീവറേജ്. ഇനി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് എന്താന്ന് വെച്ചാൽ degree of operating leverage refers to a factor that for a given level of fixed expenses, a given percentage change in sales, a given percentage change in sales will result in a higher percentage of change in EBIT, in earnings before interest and tax. Degree of operating leverage refers to a factor that for a given level of fixed expenses, a given percentage change in sales will result in a higher percentage of change in earnings before interest tax. എന്തൊക്കെയോ ചേഞ്ച് ആവുന്നുണ്ട് അല്ലെ, കൂടുതൽ സെയിൽസ് ഇത്ര ചേഞ്ച് ആവുന്നു, EBIT കൂടുതൽ ചേഞ്ച് ആവുന്നു. അപ്പൊ കൺഫ്യൂഷൻ ആവണ്ട, നാളെ നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഐക്കേഴ്സ് ആണ് എഴുതാൻ പോകുന്നത്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് percentage of future, next year ഇല്ല, percentage change in EBIT, divided by percentage change in sales. Percentage of future change in sales. ഇനി ഒരു വർഷത്തെ ഇൻഫോർമേഷൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ്, അതായത് DOL നമുക്ക് ഷോർട്ടാക്കി വിളിക്കാം. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിനെ നമുക്ക് DOL ഷോർട്ടാക്കി വിളിക്കാം. DOL, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ EBIT എന്നാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻ. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫിക്സഡ് ഫിനാൻസ് കോസ്റ്റ് ഉണ്ട്, ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഫിക്സഡ് ആണ്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൽ ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ് ആയുള്ള ഇൻട്രസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് ഓൺ പ്രോഫിറ്റ്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിൽ
ഫിക്സഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ ഇൻഫ്ലുവൻസ് ഓൺ പ്രോഫിറ്റ്. ഇത് രണ്ടും ഫിക്സഡ് ആണ്. ഓക്കെ, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് ഇവിടെ, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ഇവിടെ. ഇനി ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജിൽ ഇതിന്റെ രണ്ടേയും കമ്പൈൻഡ് വേർഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ഫിക്സഡ് കോസ്റ്റുകൾ ആഡ് ചെയ്താൽ, അതായത് നമ്മുടെ ഫിക്സഡ് ഫിനാൻസ് കോസ്റ്റും ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഇത് കമ്പൈൻഡ് ആയിട്ടുള്ള നമ്മുടെ കമ്പനിയിലെ എല്ലാ ഫിക്സഡ് കോസ്റ്റിന്റെയും ഇൻഫ്ലുവൻസ്. ഓക്കെ, നമ്മുടെ കമ്പനിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സഡ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, അതായത് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിന്റെയും ഡിഗ്രി ഓഫ് ഫിനാൻസ് ലീവറേജിന്റെയും ഒരു കമ്പൈൻഡ് വേർഷൻ ആണ് ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ്. ഓക്കെ, സോ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജിൽ നമ്മുടെ ഫിനാൻസ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസും ഇൻക്ലൂഡ് ചെയ്യും, അതുപോലെ തന്നെ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസും ഇൻക്ലൂഡ് ചെയ്യും. ഇത് രണ്ടിന്റെയും ഒരു കമ്പൈൻഡ് വേർഷൻ ആണ് ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ്. സോ ഹെഡിങ് ഏതാ? ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ്. അത് ഞാൻ പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് measures how fixed costs both operating and financing. It measures how fixed cost affect affects the company's income in future. It is also called degree of combined leverage. Simply, it is the combination of it is the combination of DFL and DOL. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിന്റെയും ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ്. ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് DTL ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ്. ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് ഞാൻ DTL എഴുതുന്നുണ്ട് ഷോർട്ട് ആക്കിയിട്ട് ബ്രാക്കറ്റിൽ. DTL ഇൻകോർപ്പറേറ്റ്സ് both operating and financial leverage. The degree of total leverage incorporates both operating and financing leverage. Okay, ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് എങ്ങനെ ഈ ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ വന്നു, എന്താണ് ഈ ഇക്വേഷൻ ചെയ്താൽ കിട്ടാൻ പോണ വാല്യൂസിന്റെ അർത്ഥം, അതൊക്കെ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുമ്പോൾ. ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ഓഫ് ഫ്യൂച്ചർ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം divided by percentage of future change in sales.
ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഓർ രണ്ടാമത്തെ ഇക്വേഷൻ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് കാണാൻ പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ EBT ചെയ്താണ്, ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഈ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ നമ്മുടെ ഉണ്ടെങ്കിൽ ഈ ഒരു വർഷത്തെ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBT ചെയ്താൽ മതി. ഓക്കെ. ഇനി ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് നമുക്കറിയാം, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിന്റെയും ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിന്റെയും ഒരു കോമ്പിനേഷനാണ് അല്ലെ. നമ്മൾ ഓൾറെഡി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു 1.5 1.9 അങ്ങനെ ഒരു വാല്യൂ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു എമൗണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ രണ്ടിനും കോമ്പിനേഷൻ ആണല്ലോ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് കാണാൻ വേണ്ടിയിട്ട് വേറൊരു വഴി കൂടി ഉണ്ട്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് multiplied by degree of operating leverage. അതായത് നമ്മുടെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് DFL മൾട്ടിപ്ലൈഡ് ബൈ DOL. അത് ചെയ്താലും ആ സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. എന്തുകൊണ്ട് ഈ ഇക്വേഷൻ ഒക്കെ ഇങ്ങനെ വന്നു, എന്താണ് ഈ ഇക്വേഷൻ ചെയ്താൽ കിട്ടാൻ പോകുന്നതിന്റെ അർത്ഥം ഒക്കെ നമ്മൾ നാളെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നാളെ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യും. ഇതായിരുന്നു ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് കാണാൻ വേണ്ടിയിട്ട് പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ചെയ്യാം. ഇനി ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് മാത്രമേ മുന്നോട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തെ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBT ചെയ്യാം. അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ഇൻറ്റു ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് ചെയ്താലും മതി. ഓക്കെ. ഈ 3 രീതിയിൽ ചെയ്താലും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ഫിക്സഡ് എക്സ്പെൻസിന്റെ ഇൻഫ്ലുവൻസ്, ഓക്കെ, നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൽ നമ്മുടെ കമ്പനിയുടെ ഫിക്സഡ് എക്സ്പെൻസ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് എക്സ്പെൻസിന് എത്രത്തോളം ലീവറേജ് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് പഠിക്കുന്നത്. ഓക്കെ. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് എത്ര അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അതൊക്കെ നമുക്ക് നാളെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് എടുത്ത ക്ലാസ് നല്ലപോലെ പഠിക്കുക. നാളെ നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ ആവശ്യമുള്ളതുകൊണ്ട് നിങ്ങളത് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് കാണാപ്പാഠം പഠിക്കണമെന്ന് പറയില്ല, ഇത് കാണാപ്പാഠം പഠിക്കാണ്ടുള്ള ഒരു ഈസി സംഗതി ഞാൻ നാളെ ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ. അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മാറിപ്പോലും. ഇത് മുകളിൽ ഏതാ അടിയിൽ ഏതാന്ന് എപ്പോഴും മാറിപ്പോയി. ഇത് മാത്രമാണെങ്കിൽ അത് ഒഴിവാക്കാൻ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്നാലും നോട്ട്സ് ഒക്കെ ഒന്ന് വായിക്കുക, ഇക്വേഷൻ ഒക്കെ ഒന്ന് നോക്കുക. ഓക്കെ. നാളെ 7 മണിക്കായിരിക്കും ക്ലാസ്. നാളത്തെ ക്ലാസ് എന്തായാലും മിസ് ചെയ്യാണ്ടിരിക്കുക, എല്ലാവരും പറയാം. ഓക്കെ. 7 തന്നെ ജോയിൻ ചെയ്യാൻ പറയാം. നാളത്തെ ക്ലാസ് മിസ് ചെയ്യാലും മറ്റന്നാളൊന്നും മനസ്സിലാവില്ല. ഓക്കെ. റെക്കോർഡിങ്സ് ഒരു പരിധിയില്ലേ, നാളെ നമുക്ക് കുറേ ഡിസ്കഷൻസ് ചെയ്യാനുണ്ട്. ഓക്കെ. സോ നാളത്തെ ക്ലാസ്സിൽ കാണാം 7 PM. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ഇവിടെ ഉണ്ടോ? ഞാൻ വന്നു 9 മണിക്ക് വന്നു. ഇങ്ങോട്ടേക്ക് ഒന്നും ഞാൻ കണ്ടില്ല. എല്ലാ ആ സിറ്റുവേഷൻ 1 2 എഴുതിയിട്ടുള്ളൂ. ഇടയിൽ ചെറിയൊരു ഭാഗം മിസ്സായിട്ടുണ്ട്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ മുന്നേ. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ള നോട്ട്സോ? അത് എഴുതി. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ്, ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ്, ഇത് 3ന്റെ നോട്ട്സ് എഴുതിയിട്ടുണ്ടോ? അത് എഴുതി. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് മുതൽ എഴുതി, അതിന്റെ മുന്നത്തെ എഴുതിയിട്ടില്ല.
ഈ കുറച്ച് ഭാഗം സിറ്റുവേഷൻ 2 ആണോ? സിറ്റുവേഷൻ ഡിഗ്രി 1 ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എഴുതി അവിടുന്ന് മുതൽ എഴുതി ഓപ്പറേറ്റിംഗ്, അപ്പൊ ഫിനാൻഷ്യൽ ലീവറേജ് ആണോ ഇതാ? അതിന്റെ സിറ്റുവേഷൻ 1 ഉം 2 എഴുതിയിട്ടില്ല. ചെയ്തിട്ടില്ല. എന്നാ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു. ഇതാ സൂം ചെയ്യണോ? യെസ് സർ. ഇതാ സിറ്റുവേഷൻ 1. സിറ്റുവേഷൻ 1ഉം 2ഉം അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതിന് ശേഷം നമ്മൾ എഴുതിയത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാളത്തേക്ക് എന്തായാലും ഒന്ന് നോക്കി വരണം. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എന്താണ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് എന്താണ്, നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവാൻ പറ്റുന്ന അർത്ഥമൊക്കെ മൈൻഡിലേക്ക് റെഡിയാക്കി വരിക. അത് കഴിഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഇന്നർ മീനിങ് എന്താണ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. സർ മേലേക്കാക്കൂ. സിറ്റുവേഷൻ 2. അത് കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 2 ഇക്വേഷൻ, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് അതിന്റെ 2 ഇക്വേഷൻ, ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് അതിന്റെ 3 ഇക്വേഷൻ. അത് 3 നോട്ടിലുണ്ടോ? യെസ് സർ, അത് എഴുതി. ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് റെക്കോർഡിംഗ് കണ്ടാൽ മതി. ഓക്കെ, ക്ലാസ് ഒന്നും മിസ്സായില്ലല്ലോ? ഇല്ല ഇല്ല. ഇല്ല ഇല്ല. അങ്ങനെയാണെങ്കിൽ നാളെ 7 മണിക്കാണ് നോട്ട്സ് ഒന്ന് പഠിക്കുക. ഓക്കെ ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. താങ്ക് യു.